بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്, ഖുൽ ഹാദിഹി സബീലി, റസൂലെ താങ്കൾ പറയുക, പ്രഖ്യാപിക്കുക, ഇതാണ് എൻ്റെ മാർഗം, ഈ ദീനുൽ ഇസ്ലാം, ഇതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതിൽ ഞാൻ ചെയ്യുന്നത് എന്താ? അദ്ഉ ഇലല്ലാഹ്, ഞാൻ അതിൽ ക്ഷണിക്കുന്നത്, നിങ്ങളെ വിളിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. അലാ ബസീറത്തിൻ, ബസീറത്തിന്റെ മേൽ, ബസീറത്തിലായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ഇങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുന്നു. നമ്മൾ ഈ ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തെ പിൻപറ്റിയവരും അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്നവരാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിച്ച് പറഞ്ഞതായി കാണാം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിൻപറ്റിയവനാവുക, അവൻ കൃത്യമായ വിശ്വാസം, ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് ദഅവത്ത് ചെയ്യുമ്പോഴാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചായി കാണാം. എന്ന് വെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ, ഒരാൾ തനിക്കാകുന്ന രൂപത്തിൽ തനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റിയവനാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റിയവനായിട്ടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റുന്നതിന്റെ ഭാഗമാണ് നമ്മൾ കൃത്യമായി പഠിച്ച തെളിവുകൾ കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിൻപറ്റിയവരാകാൻ, അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിരുന്നത് ദഅവത്ത്, അല്ലാഹുവിലേക്കുള്ള ക്ഷണം, ദഅവത്ത് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്നുള്ളത്, പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്, പലരുടെ മനസ്സിലും പല രൂപങ്ങളാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ചിലരുടെ മനസ്സിൽ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമില്ലാത്ത അമുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളുടെ അടുക്കൽ ചെന്ന് ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക, സ്വർഗ നരകങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇതാണ് ചില ആളുകളുടെ ഹൃദയത്തിൽ ദഅവത്ത് എന്ന് വെച്ചാൽ ഇത് മാത്രമാണ്. വേറെ ചില ആളുകളുടെ മനസ്സിൽ ദഅവത്ത് എന്ന് വെച്ചാൽ ബിദ്അത്തുകാർക്ക് അതിൽ മറുപടി പറയാൻ, മറ്റുള്ള ശുബഹത്തുകൾക്ക്, തൽബീസുകൾക്ക് കൃത്യമായ വ്യക്തത നൽകുക. എന്നുവെച്ചാൽ ഓരോരുത്തരുടെ മനസ്സിലും ദഅവത്തിന്റെ ഓരോരോ മേഖലകൾ മാത്രമാണ് അവർ ദഅവത്തായി മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരിക്കലും എന്തല്ല, ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. ദീനുൽ ഇസ്ലാമിൽ ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായ അർത്ഥമുള്ള കാര്യമാണ്, അങ്ങേയറ്റം വ്യാപകമായ അർത്ഥമുള്ള കാര്യമാണ്. ഒരാളെ നരകത്തിൽ ശാശ്വതനാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തൽ ദഅവത്തിൽപ്പെട്ടതാണ്. ഒരാൾ നരകത്തിൽ കടക്കാൻ അർഹനായ ഒരാളെ നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടുത്തൽ ദഅവത്തിൽപ്പെട്ടതാണ്. ഒരാൾ സ്വർഗത്തിന്റെ ഏറ്റവും താഴത്തെ ദർജയിലുള്ള ഒരാളെ ഏറ്റവും ഉയർന്ന ദർജയിലേക്ക് എത്തിക്കൽ ദഅവത്തിൽപ്പെട്ടതാണ്.
ഇതൊക്കെ ദഅവത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. എത്രത്തോളം എന്നറിയോ? നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ദഅവത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദഅവത്ത്, ഏറ്റവും മികച്ച ഇബാദത്ത് എന്നുള്ളത് എന്താണെന്നറിയോ? എന്താണ്? നിങ്ങൾ എന്താ പറയാ? ഈ പറയുന്ന ദഅവത്തിന് നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയാ? ഒരു മുസ്ലിമായ ഒരാളെ ഇസ്ലാം പറഞ്ഞു കൊടുക്കുക, തൗഹീദ് ഇല്ലാത്ത ഒരാളെ തൗഹീദ് പറഞ്ഞു കൊടുക്കുക അല്ലെ? നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക അങ്ങനെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദഅവത്തിന് ഇനങ്ങളിൽ ഏറ്റവും മികച്ച ഇനം എന്നുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠകരമായ ഇനം എന്നുള്ളത്, നമ്മുടെ നാട്ടിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുകയും ആ മസ്ജിദിൽ അവിടേക്ക് നിസ്കരിക്കാൻ വരുന്ന, കൃത്യമായി ദീൻ പഠിക്കാൻ ആഗ്രഹിച്ച് കടന്നു വരുന്ന ആളുകൾക്ക് ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലാണ് ദഅവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ രൂപം. ദഅവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ രൂപം അതാണ്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, സൂറത്തു അബസ വത്തവല്ല എന്നുള്ള സൂറത്ത് ഇറങ്ങുമ്പോൾ ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാം. എന്താ ആക്ഷേപിക്കാനുള്ള കാരണം? എന്താ? എന്തെങ്കിലും മോശം കാര്യം ചെയ്തിട്ടാ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദഅവത്ത് നടത്തി. ആരെയാണ് ദഅവത്ത് ചെയ്യുന്നത്? മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ, മുശ്രിക്കുകളെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ നേതാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ആ ചെയ്യുന്നത് കുറ്റമായതാണോ? അത് പ്രശ്നമാണോ? മുസ്ലിമീങ്ങളെ ദഅവത്ത് ചെയ്യുന്ന കുറ്റമാണോ? അല്ലല്ലോ. അതിനാണോ ആക്ഷേപിച്ചത്? അതിനാണോ ആക്ഷേപിച്ചല്ല. ആക്ഷേപിച്ചത് എന്തുകൊണ്ടാണ്? വിമർശിച്ചത് എന്തുകൊണ്ടാണ്? ഈ ദഅവത്ത് കാരണത്താൽ എന്ത് മുടങ്ങിപ്പോരുത്? ശരിക്കും ഏറ്റവും അഫ്ളലായിട്ടുള്ള ദഅവത്ത് മുടങ്ങിപ്പോരും. അതിനാണ് ആക്ഷേപിച്ചത്. എന്നുവെച്ചാൽ ഒരാൾ ഹക്ക് മനസ്സിലാക്കിയിട്ടുള്ള, ഹക്ക് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന, അതിനുവേണ്ടി അവന്റെ ഹൃദയവും കണ്ണും കാതൊക്കെ തുറന്നു വെച്ചിട്ടുള്ളതാണ്. അയാൾ ഹക്ക് പഠിക്കാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ, ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്ക്, ഞങ്ങൾക്ക് ഇവിടെ ഇവരോട് ദഅവത്ത് ചെയ്യണ്ട. ആരോട്? ഹക്ക് സ്വീകരിക്കാൻ കൂട്ടാക്കാതെ തിരിഞ്ഞു കളയുന്ന, ഹക്കിൽ നിന്ന് കണ്ണും കാതും ഹൃദയമൊക്കെ അടച്ചു വെച്ചിട്ടുള്ള, മൂടി വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് ദഅവത്ത് ചെയ്യാൻ നിൽക്കുന്നത് എന്തിന് തടസ്സമായതുകൊണ്ടാണ് വിമർശിച്ചത്? ഹക്കിന് വേണ്ടി തയ്യാറായി അതിന് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ പറഞ്ഞു കൊടുക്കുന്നത് തടസ്സമായി. എന്നുവെച്ചാൽ രണ്ടും ദഅവത്ത് തന്നെയാണ്. മുശ്രിക്കുകളുടെ നേതാക്കന്മാരോട് ചെയ്തതും ദഅവത്ത് തന്നെയാണ്. അവിടെ ദീൻ പഠിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന അബ്ദുല്ലാഹി ഉമ്മി മക്തൂമിനോട് പറഞ്ഞു കൊടുക്കണം ദഅവത്ത്. പക്ഷേ ഇവിടെ ആക്ഷേപിക്കാണ്ടായ കാരണം എന്താ പറ്റിയ പ്രശ്നം എന്താ? ഈ ദഅവത്തിന്, മുസ്ലിമീങ്ങളോടുള്ള ദഅവത്തിന് എന്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തു? ഇസ്ലാം സ്വീകരിച്ച ഹക്ക് അതിനെ കീഴ്പ്പെടാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ദഅവത്തിനേക്കാൾ എന്ത് ചെയ്തു? അതിന് പ്രാധാന്യം കൊടുത്തു. പല ആളുകൾക്ക് ഇത് അറിയില്ല. പല ആളുകൾക്കും റോട്ടിലേക്ക് ഇറങ്ങിയാലേ ദഅവത്താവുള്ളൂ. പല ആൾക്കാർക്കും നേരിട്ട് കയ്യിൽ ലഘുലേഖ കൊടുത്താലേ ദഅവത്താവുള്ളൂ. പലരും അങ്ങനെ കണക്കാക്കണം. ഡോർ നടത്തിയാൽ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ദഅവ നടത്തിയാൽ, പബ്ലിക്കായിട്ട് പ്രോഗ്രാം വെച്ചാൽ ഇത് മാത്രമാണ് ദഅവത്ത് എന്ന് വിചാരിക്കുന്നത് വലിയ തെറ്റാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആക്ഷേപിച്ച വിഷയം. ഒരിക്കലും അത് പറയുന്നത് തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കരുത്. സ്ട്രീറ്റ് ദഅവ നടത്തുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ പരസ്യമായി ആളുകൾക്കറിയാൻ, അതൊന്നല്ല വിഷയം. നമ്മൾ ശരിക്കുള്ള ഏറ്റവും അഫ്ളലായിട്ടുള്ള ദഅവത്തിന്റെ രൂപത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കുന്നൊരവസ്ഥ അത് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാവരുത്. അതിനെ തഴയുന്ന അവസ്ഥ ഒരിക്കലും നമ്മുടെ സംസാരങ്ങൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം, അധ്വാനവും സമ്പത്തൊക്കെ ചെലവഴിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട്. എന്നാൽ ഇത് മുടക്കണോ? വേണ്ട, അത് നടക്കണം. ചില ആളുകൾ ഇത് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. റോഡിലേക്ക് ഇറങ്ങി ദഅവത്ത് ചെയ്യുന്നതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ആളുകൾ നേരിട്ട് കണ്ട് ദീന്റെ വിഷയങ്ങൾ സംസാരിക്കുന്നതിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. രണ്ടും വേണം. രണ്ടിനും രണ്ടിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യക്രമത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അതാണ് വിഷയം. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള തർത്തീബുണ്ട്. ആ തർത്തീബ് കൃത്യമായി കാത്തു സൂക്ഷിക്കണം. നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതല്ലാതെ ഒന്ന് മാത്രം മുറുകെ പിടിച്ച് മറ്റേത് വേണ്ടെന്ന് വെക്കുക,
അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതിനേക്കാൾ മറ്റേതിന് പ്രാധാന്യം കൊടുക്കുക, ഇതൊന്നും എന്തല്ല ശരിയായിട്ടുള്ള നിലപാടല്ല. അപ്പൊ നമ്മൾ വളരെയധികം എന്ത് ചെയ്യുക, ആദ്യം ദഅവത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കൃത്യമായ ഒരു പിക്ചർ വേണം. എന്താണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ? ഒരിക്കലും എന്ത് മാത്രമല്ല, ഒരു ചില പ്രത്യേക രൂപങ്ങൾ, ചില പ്രത്യേക രീതികൾ മാത്രമല്ല എന്ത് ദഅവത്ത്. അത് ഒരാളെ വളരെയധികം ഇബാദത്തുകളിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് പോലും അവിടെ ദഅവത്തിന് എന്തിന്റെ സ്കോപ്പ് ഉണ്ട്. നമ്മുടെ പള്ളികളിൽ എപ്പോഴും വരുന്ന ധാരാളം ഇബാദത്തുകളായി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക്, അയാളോട് പോലും എന്തുണ്ട്, ദഅവത്തിന് സാധ്യതയുണ്ട്. ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ദഅവത്ത് അത്രയും വിശാലമായ കാര്യമാണ്. അപ്പോ ഞാൻ എന്ത് ചെയ്യണം, ചുരുക്കത്തിൽ ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ദഅവത്ത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എങ്കിലാണ് നമുക്ക് ഈ പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുകയുള്ളൂ. അപ്പോ ഒന്നാമത്തെ ദഅവത്തിന്റെ മേഖല എന്നുള്ളത് ഹക്ക് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ഹക്കിനെ പിൻപറ്റാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, അവരോട് നമ്മൾ ചെലവഴിക്കുന്ന, അവർക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രയത്നങ്ങളോളം നമുക്ക് പ്രതിഫലം വേറെ ഏത് ശിർക്കിന്റെ കേന്ദ്രത്തിന് നടുവിൽ പോയി പറഞ്ഞാലും കിട്ടൂല. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളിപ്പോ നമ്മുടെ ഏതെങ്കിലും മർക്കസുകൾ, മസ്ജിദുകൾ, കേന്ദ്രങ്ങൾ, ഹക്ക് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് ആളുകൾ, ഒരു 5 പേരോ 10 പേരോ കുഴപ്പമില്ല, എന്ന വിഷയമല്ല. ആ ആളുകളുടെ മുന്നിൽ നമ്മൾ കൃത്യമായി ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വേണ്ടി 1 മണിക്കൂർ ചെലവഴിക്കുന്നതാണ് നമ്മൾ ക്ഷേത്രങ്ങളിലോ ചർച്ചകളിലോ അതിൻ്റെയൊക്കെ മുന്നിൽ ചെന്നുകൊണ്ട് 10 മണിക്കൂർ 12 മണിക്കൂർ ധാരാളം സംസാരിക്കുന്നതും വിഷയങ്ങൾ പ്രയത്നിക്കുന്നതും. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്താ? ഈ ഒരു കാര്യം. അതിനേക്കാൾ പ്രധാന ഏറ്റവും അഫ്ളല് ഈ ഒരു ദഅവത്താണ്, ദഅവത്തിന്റെ ഈ ഒരു രൂപമാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയമാണ്, എപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, നമുക്ക് ദീനുൽ ഇസ്ലാമിൽ ലാഭത്തിനേക്കാൾ പ്രാധാന്യം എന്തിനാണ്? മുതൽ മുടക്കൽ. കച്ചവടത്തിൽ അങ്ങനെ തന്നെ, കച്ചവടം ചെയ്യുന്ന ആളുകൾക്കറിയാം, നമുക്ക് ലാഭം കുറെ കിട്ടിയിട്ടില്ല, കുറച്ച് ലാഭമേ ഉള്ളൂ എങ്കിലും മുതൽ മുടക്കിനെ ബാധിക്കുമ്പോൾ അതെന്താ? വലിയ നഷ്ടം തന്നെ. അതൊരിക്കലും കച്ചവടം ലാഭകരമാവൂല, വിജയമാവൂല. ഇതേപോലെ തന്നെ ദീനുൽ ഇസ്ലാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലാഭമല്ല, മുതൽ. നമ്മുടെ കൂട്ടത്തിലേക്ക്, അതായത് ശരിയായ ആദർശത്തിലേക്ക് കടന്നു വന്ന ആളുകൾ, ഓൾറെഡി അതിനുള്ളിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള മുതൽ മുടക്ക്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മുതൽ മുടക്ക്. പിന്നെ ആരെങ്കിലും നമ്മൾ സംസാരിച്ച് ഇതിലേക്ക് കടന്നു വന്നേക്കാം, അതാണ് ലാഭം. ഈ ലാഭത്തിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? മുതൽ മുടക്ക്. എന്ന് വെച്ചിട്ട് ലാഭം കിട്ടാതെ മുതൽ മുടക്ക് മാത്രം മതിയോ? അതും പോരാ. ലാഭം നമ്മൾ കിട്ടാൻ പരമാവധി പരിശ്രമിക്കണം, പക്ഷെ അതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മുതൽ മുടക്കാനാണ്. മുതൽ മുടക്കാനാണ് കൂടുതൽ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചിന്തിച്ചു നോക്കാം. നമ്മൾ ഒരു ശിർക്ക് ചെയ്യുന്ന, ഒരു കുഫ്ർ ചെയ്യുന്ന ഒരാൾ, അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓടി നടക്കുക, പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാൾ, അയാൾ അറിവില്ലാത്തത് കൊണ്ട്, പഠിക്കാത്തത് കൊണ്ട് ശിർക്കും കുഫറും ആകുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല വിശ്വാസങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ഇതിലേതാ കൂടുതൽ മോശം? കൂടുതൽ മോശം ഏതാ? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ശിർക്കും കുഫറും ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ നമ്മൾക്ക് ഏറ്റവും അധികം ബാധ്യതയുള്ളത്, ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട്. ഹക്ക് സ്വീകരിക്കാൻ, ഹക്കിന്റെ ആളുകളായി മാറി നിൽക്കാൻ തയ്യാറായി മുന്നിട്ട് നിന്നപ്പോൾ, ഇവിടെ തന്നെ ഒരാൾ ഈ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അയാൾക്ക് ഈ പള്ളിയല്ല, വേറൊരുപാട് 10-12 ഓപ്ഷനുകളുണ്ട്, വേറൊരുപാട് പള്ളികളുണ്ട്.
അവിടേക്കൊന്നും പോകാതെ ഈ പള്ളിയിലേക്ക് തന്നെ നിസ്കരിക്കാനും ജുമാക്കും ക്ലാസ്സുകൾക്കൊക്കെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ ഹക്കിന്റെ ആളായി തീരാൻ ബാക്കി എന്തും മാറ്റിവെക്കാൻ തയ്യാറായി ഒരുങ്ങി തന്നെ വരുന്നതാണ്. അയാൾക്ക് നമ്മൾ ഹക്ക് ഒരു ചെറിയൊരു വെളിച്ചം അയാൾക്ക് കൊടുത്താൽ, അല്ലെ ഒരു ചെറിയൊരു തീപ്പൊരി ഉണ്ടെങ്കിൽ തന്നെ അതെന്ത് ചെയ്യും? അയാളുടെ വലിയ കാട്ടു തീയായിട്ട് ആളി പടരും. കാരണം അയാളുടെ ഉള്ളിൽ ആ ഒരു എനർജി ഇന്ധനമുണ്ട്. അതേ സമയം നമ്മൾ അതേ എഫേർട്ട് ഒന്നിനും തയ്യാറായി നിൽക്കുക, ഒരു ഇന്ധനം ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ ആ എഫേർട്ട് മുഴുവൻ ചെലവാക്കി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഉണ്ടായിക്കൊണ്ട് റബ്ബ് തരുന്നതാണ്. നമ്മൾ സബബുകളുടെ കാര്യം പറഞ്ഞു, പ്രത്യക്ഷമായി അതിന് സബബുകളുടെ വിഷയം പറയുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരിക്കലും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പുറത്തിറങ്ങി പണിയെടുക്കുന്നതിനെ വിമർശിക്കുന്നതൊന്നുമല്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ എന്ത് ചെയ്യരുത്, പ്രയോറിറ്റികൾ മാറിപ്പോരുത്, ഔലവിയാത്തുകൾ എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. പലർക്കും സംഭവിച്ച അബദ്ധമാണ്. ഇത്രയും ഗൗരവത്തെ സൂചിപ്പിക്കാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് വാദിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം, അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ ഏറ്റവും വലിയ അബദ്ധത്തിലൊന്നിതാണ്. ആ സംഘടനയിലുള്ള ആളുകൾ എല്ലാവരും അല്ലെ, അവർക്ക് പലർക്കും പല പരിപാടികൾ സംഘടിപ്പിക്കാനും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പെർമിഷൻ വാങ്ങിക്കാനും അതുപോലെ തന്നെ മൈക്കുകളിൽ വിളിച്ച് അതുപോലത്തെ അനൗൺസ്മെന്റ് നടത്താനും കവലകൾ ചെന്ന് മലകളിലേക്ക് കൊടുക്കാൻ നോട്ടീസ് കൊടുക്കാനും സംസാരിക്കാനും തർക്കിക്കാനോ പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ അവർക്കറിയാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പല ശിർക്കിന്റെയും കുഫറിന്റെയും വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും കടന്നു വരുന്നത് ഒഴിവാക്കാൻ അവർക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. ഇന്നും ഇത്രയും ഈ നൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളിൽ പോലും ഇപ്പോഴും ഷിർക്കിന്റെയും കുഫറിന്റെയും പല വാദങ്ങളും നിലപാടുകളും വിശ്വാസങ്ങളും ഇപ്പോഴും ഉണ്ട്. പച്ചയായി ദീനിന്റെ അടയാളങ്ങൾ കളിയാക്കുന്ന ആളുകൾ അവരിലില്ലേ? ഇല്ലേ? ഹദീദിനെ നിഷേധിക്കുന്ന ആളുകളില്ലേ? ബുദ്ധിക്ക് പ്രമാണത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളില്ലേ? ഇങ്ങനെ ഇതൊക്കെ ഓരോന്നും ഇതിൽ ഒരെണ്ണം മതി ഒരാൾ ദീനിന് പുറത്തു വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത്. ഇതുപോലത്തെ ഒരു അവസ്ഥ നമ്മളിൽ ഒരിക്കലും ഉണ്ടാകരുത്. അത് ഉണ്ടാകുന്നത് ഈ ഒരു പ്രയോറിറ്റിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാതെ, എന്നുവെച്ചാൽ നമ്മൾ ഇരുന്നിട്ട് കാല് നട്ടാവും, നമ്മൾ തന്നെ ഷിർക്കിലും കുഫറിലും നിൽക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മറ്റൊരാളെ ഷിർക്കിനും കുഫറിനും പിടിച്ചു മാറ്റാൻ പരിശ്രമിച്ചതിന് എങ്ങനെ ശരിയാവാം? ഒക്കെ പോട്ടെ, സാധാരണക്കാരുടെ വിഷയം പോട്ടെ, 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന, വാദോരാതെ വാചാലമായി പ്രസംഗിക്കുന്ന വലിയ പ്രാസംഗികന്മാർ പോലും, പേര് കെട്ട ആളുകൾ പോലും, അവര് പോലും പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് പച്ചയായി കുഫറ് പറയുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബ്രാൻഡ് ബാനർ, സർവമത സത്യവാദവും അതുപോലെ തന്നെ എന്താ പറയുക ലിബറലിസവും മറ്റു പല കുഫറൻ വാദങ്ങളും സംസാരിക്കുന്ന, അത് നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ അവരെങ്ങനെ ശരിയാക്കണം, അവർക്കെങ്ങനെ എത്തിക്കണം, അവരെങ്ങനെ ശരിയാക്കണം. നമുക്ക് ശരിയാണ്, അവരോട് നസീഹത്ത് വേണം, അത് വേണ്ട, നമ്മുടെ മനസ്സിനത് ടെൻഷനായി നിൽക്കണം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അതൊന്നും അല്ല ഇവിടെ വിഷയം. നമ്മുടെ തടി സലാമത്താക്കണ്ടേ? അള്ളാഹ് നമ്മളോട് ആദ്യം കൽപ്പിച്ച് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്താൻ. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാ ബാക്കിയുള്ള കൂട്ടുകാര്, കുടുംബക്കാര്, നാട്ടുകാര്, അതൊക്കെ പിന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നരകത്തിന് രക്ഷപ്പെടുത്താൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ദഅവത്തിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പൊ ദഅവത്തിൽ ഹിക്മത്തുള്ളവരാവുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കാണിക്കേണ്ട ഹിക്മത്ത് ഇതാണ്. നമ്മൾ സേഫ് ആക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മറ്റുള്ളവരെ സേഫ് ആക്കാൻ ഇറങ്ങിത്തിരിക്കണം. നമ്മൾ സേഫ് ആക്കണം, എന്നിട്ടാണ് മറ്റുള്ളവരെ നമ്മൾ രക്ഷപ്പെടുത്താൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ ദഅവത്തിന്റെ ഹിക്മത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ ഒരു വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഷിർക്കിന്റെയും കുഫറിന്റെയും
അടയാളങ്ങളും അതിന്റെ രൂപങ്ങളും ഇനങ്ങളും അറിയാത്ത ഒരാൾ, അയാൾ ദഅവത്തിലേക്ക് ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. അയാളോട് ആദ്യം അതിനെപ്പറ്റി പഠിക്കാൻ പറയണം. അയാൾ ആദ്യം നരകത്തെ രക്ഷപ്പെടുത്താൻ, സ്വന്തത്തിനും ആദ്യം ദഅവത്ത് ചെയ്യാൻ പറയണം. എന്നിട്ട് മറ്റുള്ളവർ ആദ്യം സ്വയം നന്നാവാൻ പറയണം. ഉദാഹരണത്തിന് നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ചെറിയൊരു ദിസാണ്, 10 കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ ആ 10 കാര്യങ്ങളിൽ എന്തുണ്ട്? ഇന്ന് നമ്മുടെ വർത്തമാന കാലത്ത് ഒരാൾ കുഫറിലേക്ക് എത്തുന്ന, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഒരാൾക്ക് ആ 10 കാര്യങ്ങൾ എന്താണോ അതിന്റെ വിശദാംശങ്ങളൊന്നും അറിയില്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാവുക? ഒരിക്കലാവൂല. കാരണം നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങൾ വളരെ വ്യാപകമാണ്, വളരെയധികം വ്യാപകമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടത്തിലുള്ളവർ ആദ്യം ശരിയാക്കി എടുക്കണം. നമ്മുടെ സ്റ്റാൻഡ് ആദ്യം ക്ലിയർ ആക്കി എടുക്കണം. നമ്മുടെ കാല് ഈ നിലത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ കൂടെ ഈ ഒഴുക്കിൽപ്പെട്ട് കൈ പിടിച്ച് കയറിയില്ലെങ്കിലും നമ്മളെങ്കിലും എന്ത് ചെയ്യും? രക്ഷപ്പെടും. നമ്മുടെ കാല് നിലത്ത് ഉറച്ചിട്ടില്ലെങ്കിലോ നമ്മളൊരിക്കലും രക്ഷപ്പെടില്ല. നമ്മളൊരിക്കലും രക്ഷപ്പെടുകയില്ല. അപ്പൊ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്വന്തം വിഷയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. നമ്മുടെ സ്വന്തം വിഷയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ദഅവത്ത് എന്നുള്ളത് ഒരു ഇബാദത്താണെന്നുള്ളത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. ദഅവത്ത് എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ആവേശത്തിനും താല്പര്യത്തിനും ആ ഒരു എടുത്തുചാട്ടത്തിനും എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പറ്റുന്നൊരു മേഖലയല്ല ദഅവത്ത്. ദഅവത്ത് എന്നുള്ളത് ഇബാദത്താണ്. ദഅവത്ത് എന്നുള്ളത് ഇബാദത്താണ്. അപ്പൊ ഏതൊരു ഇബാദത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കണമെങ്കിലും എന്ത് വേണം? അതിന്റെ നിബന്ധനകൾ, ശുറൂത്തുകൾ പാലിക്കപ്പെടണം. ഏതൊരു ദഅവത്തും, നമ്മളിപ്പോ നിസ്കാരം ഒരു ഇബാദത്താണ്. നമ്മൾ നമുക്ക് തോന്നിയതുപോലെ നിസ്കരിച്ചാൽ ആ നിസ്കാരമായി പരിഗണിക്കപ്പെടുമോ? ഇല്ല. എന്നതുപോലെ തന്നെ ദഅവത്ത് എന്നുള്ളത് വളരെ മഹത്തരമായ ഇബാദത്താണ്. അതിന്റെ ഈ നിബന്ധനകൾ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. അങ്ങനെ തന്നെ പഠിച്ചേക്കണം. നമ്മൾ ആ നിബന്ധനകൾ പാലിച്ചിട്ടാണ് നമ്മൾ ദഅവത്ത് ചെയ്യുന്നതെങ്കിൽ, പക്ഷെ ശരിക്കും മനസ്സിലാക്കണം, അതിന്റെ ശുറൂത്തുകൾ നമ്മൾ പാലിച്ചിട്ടാണ് ദഅവത്ത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ദഅവത്തിന്റെ അനന്തരഫലം, അതുകൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്, റിസൾട്ടില് അത് കുറെ ആളുകൾ അതുകൊണ്ട് ഹിദായത്ത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അവിടെ പ്രാധാന്യമുള്ള വിഷയമില്ല. പല ആളുകൾക്ക് പറ്റുന്ന അബദ്ധമാണ്. പലരും ദഅവത്തിന് മാർക്ക് ഇടുന്നത്, അത് വിലയിരുത്തുന്നത് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട്. പല ആളുകൾ ദഅവത്തിനെ പറ്റി വിമർശിക്കുമ്പോൾ അവർ പറയാ, അയാളുടെ ദഅവത്തോട് എത്ര ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറയും. ഇപ്പോ ഇഖ്വാനിയത്തും മറ്റുപോലെ മോശപ്പെട്ട നിലപാടുകളും സംസാരിക്കുന്ന അറിയപ്പെട്ടൊരു ദായിയാണ് ജാക്കിർ നായിക്. അയാളെ പറ്റി വിമർശിക്കുമ്പോൾ ആളുകൾ പറയുന്നത്, അയാളുടെ ദഅവത്ത് കൊണ്ട് എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ദഅവത്ത് കൊണ്ട് എത്ര റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് റബ്ബിന്റെ അടുക്കൽ യാതൊരു വിലയില്ലാത്ത കാര്യം, ഒരു പ്രാധാന്യമില്ലാത്ത കാര്യം, ഒരു പ്രാധാന്യമില്ലാത്ത കാര്യം. നമ്മൾ ആ ദഅവത്തിൽ ചെയ്യുന്നതിൽ പാലിക്കേണ്ട നിബന്ധനകൾ കൃത്യമായി പാലിച്ച് ചെയ്താൽ നമുക്കതിന്റെ ഉപകാരം കിട്ടും. അതല്ലാതെ നമ്മളെ കൊണ്ടൊരു നാട് മൊത്തം മുസ്ലിങ്ങളായി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മുസ്ലിങ്ങളായി എന്നുള്ളതിന്റെ ഗുണം, ആ ഗുണം നമുക്ക് കിട്ടണ്ടേ? ആ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ ഈ ചെയ്യുന്ന പണി അതിന്റെ ശുറൂത്തുകൾ പാലിച്ചുകൊണ്ട് ചെയ്യണം. അതിന്റെ ശുറൂത്തുകൾ പാലിച്ചുകൊണ്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അതിന്റെ ഫലങ്ങൾ നോക്കി, ആഫ്റ്റർ എഫക്റ്റ് നോക്കി നമ്മൾ ഒരിക്കലും ദഅവത്തിനെ വിലയിരുത്തരുത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, സ്വഹാബത്തിനെ പറ്റിയും നബിമാരെ പറ്റിയും സിനിമകൾ ഇറക്കി, പാട്ടുകൾ ഇറക്കി ദഅവത്ത് ചെയ്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇഖ്വാൻ മുസ്ലിമീന്റെ പല ആളുകളും പല സ്വഹാബത്തിന്റെ ചരിത്രവും നബിമാരുടെ ചരിത്രമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സിനിമകളാക്കി ഇറക്കി പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മ്യൂസിക്കും എല്ലാം ഉണ്ട്, അന്യസ്ത്രീകളുടെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പക്ക സിനിമ, എല്ലാ ഹറാമുകൾ അടങ്ങിയിട്ടുള്ള സിനിമ. അങ്ങനെയുള്ള പല സിനിമകളും ഇറക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പല ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ട് പ്രതിഫലം കിട്ടുന്ന നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലുമില്ല.
നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൂട്ട് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ റൂട്ട് ക്ലിയർ ആയിരിക്കാനുള്ള ദഅവത്ത് ചെയ്യുന്ന രീതി ശരിയായിരിക്കാനുള്ള. നമ്മൾ ദഅവത്ത് ചെയ്യുന്ന രീതി ശരിയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ തുടർന്നതിൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ റബ്ബിന്റെ അടുക്കൽ നമുക്കതിന്റെ പ്രതിഫലം ലഭിക്കും. റബ്ബിന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഈ നമ്മൾ ചെയ്യുന്ന ദഅവത്ത് അതിന്റെ ശുറൂത്തുകൾ പാലിക്കപ്പെട്ടിട്ടുള്ളതല്ലെങ്കിൽ നമ്മളുടെ ദഅവത്ത് കൊണ്ട് എത്ര ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലും നമുക്കത് ആഖിറത്തിൽ ഉപകരിക്കൂല. നമുക്കത് ആഖിറത്തിൽ ഉപകരിക്കൂല. ഏതുപോലെ ഒരാൾ വുളു എടുക്കാതെ ലക്ഷക്കണക്കിന് റക്അത്തുകൾ നിസ്കരിക്കും, വുളു എടുത്തിട്ടില്ല, ആ നിസ്കാരം ഉപകരിക്കും? ഇല്ല. അതേപോലെ തന്നെയാണ് ദഅവത്തിന്റെ ശുറൂത്തുകൾ പാലിക്കാതെയുള്ള ദഅവത്ത്. അതുകൊണ്ട് എത്ര ആളുകൾക്ക് മാറ്റമുണ്ടായി, ഹിദായത്ത് കിട്ടി എന്നുള്ളത് റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കുകയില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദഅവത്ത് എന്നുള്ളത് ഇബാദത്താണ്. ദഅവത്ത് എന്നുള്ളത് ഇബാദത്താണ്. അതിൽ ഹിക്മത്ത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിലാദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ശുറൂത്തുകൾ കൃത്യമായി പാലിക്കാവുന്നതാണ്. ശുറൂത്തുകൾ കൃത്യമായി പാലിക്കുന്നത്. എന്തൊക്കെയാണ് ദഅവത്തിന്റെ ശുറൂത്തുകൾ? ഒന്നാമത്തത് എല്ലാ ഇബാദത്തുകളിലും ഉള്ളതുപോലെ തന്നെ ഇഖ്ലാസ് ഉണ്ടാവുക എന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ടാവുക എന്നതാണ്. വേറൊരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കൂട്ടത്തിലേക്ക്, സംഘടനയിലേക്ക്, വിഭാഗത്തിലേക്ക് ആളെ കൂട്ടണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ദഅവത്തല്ല, റബ്ബ് സ്വീകരിക്കൂല. ആ ദഅവത്ത് റബ്ബ് സ്വീകരിക്കൂല. നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും എത്ര വലിയ സ്റ്റേജ് കിട്ടിയിട്ടും എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്താലും നമ്മളുടെ ദഅവത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമ്മുടെ കൂട്ടത്തിലേക്ക് ആളെ കൂട്ടണം, സംഘടനയുടെ മെമ്പർഷിപ്പ് കൂട്ടണം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരുപാട് അംഗസംഖ്യ ഉണ്ടാക്കണം എന്നുള്ളതാണെങ്കിൽ അത് റബ്ബ് ദഅവത്തായി സ്വീകരിക്കുക. അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അയാളെ സ്വർഗത്തിന്റെ പദവികൾ ഉയർത്തിക്കൊടുക്കണം, ഇങ്ങനെയുള്ള എന്തെങ്കിലും പരലോക വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തകളല്ലാത്ത മറ്റെന്തെങ്കിലും ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അത് റബ്ബിന്റെ അടുക്കൽ എന്തൂല, ദഅവത്തായി പരിഗണിക്കപ്പെടില്ല. ദഅവത്തായി പരിഗണിക്കപ്പെടും. ഒന്നാമത്തെ കാര്യം ഇഖ്ലാസാണ്. ഒന്നാമത്തെ കാര്യം ഇഖ്ലാസാണ്. ഇനി അവൻ നമ്മുടെ ദഅവത്ത് സ്വീകരിച്ച് നമ്മൾ പറയുന്ന ഹക്ക് അയാൾ കേട്ടിട്ട് അയാൾ നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ പോലെ പല ആളുകൾക്ക് അത് വലിയ പ്രശ്നമാണ്. ഒരാൾ നമ്മൾ പറഞ്ഞു കൊടുത്ത ഹക്ക് കേട്ടിട്ട് നമ്മൾ അയാൾ അംഗീകരിക്കും. നമ്മളൊരു ക്ലാസ്, ഒരു പൊതുപരിപാടി വെച്ചു, പലരും അത് കാരണം ഹിദായത്ത് കിട്ടിയിട്ട് നമ്മളുടെ മസ്ജിദിലേക്ക് വരുന്നില്ല. അത് നമ്മൾക്കൊരു വിഷമുണ്ടാക്കേണ്ട കാര്യമാണ്? അല്ല. എന്നുവെച്ചാൽ നമ്മളുടെ കൂട്ടത്തിലേക്കാവുക, നമ്മുടെ വിഭാഗത്തിലാവുക എന്നുള്ളതല്ല വിഷയം. അയാൾ ശരിയായ ആദർശത്തിലായി നിലനിൽക്കുക എന്നുള്ളതാണ് കാര്യം. അയാൾ ശരിയായ ആദർശത്തിലായി നിലനിൽക്കുക എന്നുള്ള. ഒരു നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പൊ ഇവിടെ ശരിയായ സലഫിയത്ത് പറയുന്ന ആകെ ഒരു മസ്ജിദേ ഉള്ളൂ. അപ്പൊ അയാൾ ഈ പള്ളിയിലേക്ക് വന്നാലാണ് ശരിയായ സലഫിയത്തിന്റെ ആളാവുക എന്നുള്ള നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ തന്നെ പല ആളുകളും നേരിട്ടും അല്ലാതെ പറഞ്ഞിട്ടുള്ള പല സംഘടനകൾ അല്ലെങ്കിൽ പല വിഭാഗങ്ങൾ, സമസ്തയുടെ പോലും ഏറ്റവും വലിയ കമ്മിറ്റികൾ, മുഷാവറ കമ്മിറ്റിയോ അങ്ങനെ എന്തൊക്കെയോ കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്, ഏറ്റവും ടോപ്പായിട്ട്. അതിൽ പോലും പല ആളുകൾക്കും കൃത്യമായി തൗഹീദും സുന്നത്തും മനസ്സിലാക്കിയ ആളുകൾ അതിലുണ്ട്. അതിൽ പോലും ഉണ്ട്. അവർക്ക് പറ്റുന്നത് പോലെ അത് പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പ്രശ്നം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അത് പ്രകടിപ്പിക്കാൻ, പുറത്തു പറയാൻ സാധിക്കുന്നില്ല. അതിലവർക്ക് ഉതിരുണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ വിഷയം. ഇതുപോലെ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ടാവും. പല വിഷയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ നാട്ടുകാരുടെ ആക്ഷേപം കേൾക്കുന്ന ഭയപ്പെട്ട് മാറി നിൽക്കുന്ന, കുടുംബക്കാർ മുഴുവൻ ഒറ്റപ്പെടുന്ന പേടിച്ച് മാറി നിൽക്കുന്ന പല ആളുകളുണ്ടാവും.
അപ്പൊ നമ്മുടെ പള്ളിയിലേക്ക് വന്നാലേ അവൻ ശരിയായ വിശ്വാസിയാവുള്ളൂ, അല്ലെങ്കിൽ ശരിയായ ആദർശത്തിലാവുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടല്ല, ശരിയല്ല. നമുക്ക് അവൻ ശരിയായ വിശ്വാസവും ശരിയായ നിലപാടുകളിലാണെങ്കിൽ അവൻ നമ്മുടെ സഹോദരനാണ്, അവൻ നമ്മുടെ സഹോദരൻ. അങ്ങനെയുള്ള ഒരാളോടും നമുക്ക് എന്ത് പാടില്ല? ഒരു വിഭാഗീയതയോ കക്ഷിത്വമോ വേർതിരിവോ പാടില്ല. നമുക്ക് മനസ്സിലായി അവൻ ശരിയായ സലഫിയത്തിലാണുള്ളത്. പക്ഷെ അവൻ അവിടെ നിന്ന് വിട്ടുവരാൻ പല പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു പള്ളിയിൽ ഉസ്താദായിരിക്കും, അയാൾക്ക് ആ ഒരു വരുമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേതെങ്കിലും പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ വരുമാനം കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗമില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അവിടെ കടിച്ചു തൂങ്ങി നിൽക്കും. ഇങ്ങനെയുള്ള പല ആളുകളുണ്ട്, ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്? ശരിയായ ആദർശമുള്ള ആളുകളെ വെറുക്കുന്ന, അകറ്റി നിർത്തുന്ന ഒരു പ്രവണത നമ്മളൊന്നും ഒരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾ അങ്ങനെ ഒരു എന്തില്ല, വേർതിരിവ് നമുക്കിടയിൽ ആദർശം കൊണ്ടല്ലാതെ ഉണ്ടാകരുത്. ശരിയായ മനഹജ് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഉണ്ടാകരുത്. ശരിയായ ആദർശമുള്ളവനാണെങ്കിൽ നമ്മളിൽപ്പെട്ടവരാണ്, ശരിയായ മനഹജുള്ളവനാണെങ്കിൽ നമ്മളിൽപ്പെട്ടവരാണ്. ഈ ഒരു വേർതിരിവ് നമ്മൾ ഒരിക്കലും എന്തുണ്ടാവുന്നുണ്ട്? നമ്മുടെ പരമാവധി ആളുകളെ കൂട്ടിപ്പിടിക്കാനോ ഒന്നിച്ചു നിർത്താനോ നോക്കണ്ട. ശരിയായ ഹക്കിലാണെങ്കിൽ അവൻ നമ്മുടെ ആളാണ്, ശരിയായ ആദർശത്തിലാണെങ്കിൽ നമ്മുടെ ആളാണ്. മറ്റൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അവരുമായിട്ട് ഒന്നിക്കാനോ അവരെ ചേർത്ത് നിർത്താനോ നമുക്ക് തടസ്സമാകാൻ പാടില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഈ ദഅവത്തിന്റെ ശുറൂത്തുകളിൽപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ദഅവത്ത്. കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ. നമുക്ക് കൃത്യമായി ഉറപ്പായിട്ട് അറിയുന്ന കാര്യങ്ങൾ, യാതൊരു സംശയമില്ലാത്ത വിഷയം, ഇത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവൂ. നമുക്ക് അള്ളാഹുവിനെ പറ്റി അറിയാം, അള്ളാഹുവിനെ എല്ലാത്തിനും സൃഷ്ടാവെന്ന് അറിയാം, അവൻ ഈ ജീവിതത്തിന് ശേഷം മരണം നിശ്ചയിച്ചിട്ടുണ്ട് നമുക്കറിയാം, സ്വർഗനരകങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഉയർത്തിയ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? മറ്റുള്ളവർക്ക് ദഅവത്ത് ചെയ്യാം. മറ്റുള്ളവർക്ക് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എവിടെയെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? സംസാരിക്കാൻ നിൽക്കരുത്. അറിയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ച്, അറിയുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ദഅവത്ത് ചെയ്യും. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ത്? നമ്മൾ ആരെയാണ് ദഅവത്ത് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ അറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദഅവത്ത് ചെയ്യാൻ പോകുന്ന ആള് എങ്ങനെയുള്ള ആളാണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന്, ഒരാൾ ശിർക്കും കുഫറുമായി നടക്കുന്ന ഒരാളാണ്. അയാളെ നമ്മൾ നിസ്കരിക്കാൻ ക്ഷണിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അയാൾ നിസ്കരിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അയാളുടെ ശിർക്കും കുഫറും അയാൾ ഒഴിവാക്കാത്തടത്തോളം അയാൾ നിസ്കരിച്ചത് കൊണ്ടോ മറ്റെന്തെങ്കിലും ഇബാദത്തും ചെയ്തത് കൊണ്ടോ അത് അയാൾക്ക് ഉപകരിക്കുകയില്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ആരോടാണ് പറയേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന കൃത്യമായ ധാരണ നമുക്ക് വേണം. എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പറയാനുള്ളതല്ല. അത് ഓരോ സന്ദർഭങ്ങളിൽ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ഉദാഹരണത്തിന്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദഅവത്ത് തുടങ്ങിയ സമയത്ത് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. തൗഹീദ് സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും സ്വർഗനരകങ്ങളെ സംബന്ധിച്ചും ഒക്കെയാണ്. കാരണം അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളെ. അതിലൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ത് പറഞ്ഞത്? നിങ്ങൾ മദ്യം കഴിക്കരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ കൽപ്പിക്കുന്നത് ഇതിൽ വിശ്വാസമുള്ള ആളുകളുണ്ട്. കാരണം എന്താ? ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകളത് കൽപ്പിച്ചാൽ ഒന്നാമത് അത് നടക്കാൻ പോകുന്നില്ല, ഒന്നാമത് ഒഴിവാക്കുക. രണ്ടാമത് അവർ ഒഴിവാക്കിയാലും അത് അവർക്ക് എന്ത് ചെയ്യില്ല? ഉപകരിക്കുകയില്ല. അപ്പൊ നമ്മൾ ആരെയാണ് ദഅവത്ത് ചെയ്യാൻ പോകുന്നത്, അവരുടെ അവസ്ഥകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ വേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഏറ്റവും എളുപ്പമുള്ള വഴി, ഓരോരുത്തർക്കും എഫക്റ്റ് ആകുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയുണ്ട്. ആ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കണം.
ഓരോരുത്തർക്കും എളുപ്പമുള്ള വഴിയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരാണ് വിചാരിക്കും. ആ സമസ്തക്കാരനോട് നമ്മൾ പോയിട്ട് എന്ത് പറയണം? മുഹമ്മദ് അബ്ദുൽ വഹാബ് കിതാബ് തൗഹീദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്യും? അവൻ നമ്മളെ ആട്ടി ഓടിക്കും. അതേ സന്ദർഭത്തിൽ ആ പറഞ്ഞ വിഷയം അതേ വിഷയം തന്നെ, അത് അവരൊരിക്കലും അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല, മുൻഗാമികൾ പറഞ്ഞ കാര്യം തന്നെ. അപ്പൊ ആ കാര്യം അവർ പറഞ്ഞ അതേ വിഷയം തന്നെ മുൻഗാമികൾ പറഞ്ഞ എന്ത് ചെയ്യുക? അവർ കാണിച്ചു കൊടുക്കാം. മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു എന്ന് പറയണ്ട, ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്ന് പറയണ്ട. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് കണ്ടോ, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഇമാം ഷാഫിയുടെ ശിഷ്യനായ മുസനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹ് സുന്നയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇമാം ഷാഫിയുടെ കൂട്ടുകാരനായ ഹുമൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഉസൂലുസ് സുന്നയിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇമാമിങ്ങളെ ആദരിക്കുന്ന മഹത്തുക്കളോട് മഹബത്തുള്ള ആളുകൾ ഉണ്ടാവും, സാധാരണ ആളുകൾ. അവരെന്ത് ചെയ്യും? അവർക്ക് മാറ്റുണ്ടാവും, അവർക്കതിൽ മാറ്റുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംഭവം. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ, മുഹദ്ദിസ്, ഇന്ത്യയിൽ ഒരു 2 നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ടു ഒരു വലിയൊരു പണ്ഡിതൻ. ആ പണ്ഡിതന്റെ സദസ്സിൽ വന്നിരിക്കാറുണ്ടായിരുന്ന ഒരു ശിഷ്യൻ, അദ്ദേഹം ഹജ്ജിന് വേണ്ടി എന്ത് ചെയ്യണം? മക്കയിലേക്ക് പോവാം. മക്കയിൽ പോയി ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ നാട് എന്ത് ചെയ്തിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലായിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം തൗഹീദിന്റെ സ്ഥാപകനാണ്. തൗഹീദ് സ്ഥാപിക്കാൻ, സുന്നത്ത് പ്രചരിപ്പിക്കാൻ വേറൊന്നല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം നേരിട്ട് പോയി കണ്ടപ്പോൾ മനസ്സിലായി. ഇദ്ദേഹം ആ കാര്യങ്ങളൊക്കെ കണ്ട് നേരിട്ട് വീക്ഷിച്ച് ആ കിതാബ് തൗഹീദ് മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അതിന്റെ കുറച്ച് കോപ്പികൾ എന്ത് ചെയ്യണം? നാട്ടിലേക്ക് കൊണ്ടുവരണം. നാട്ടിലെത്തിയപ്പോ ഇദ്ദേഹം ഏത് ഷേഖിന്റെ ദർസിലാണോ പോയി ഇരിക്കാറുണ്ടായിരുന്നത്, ആ ഷേഖ് എന്ത് ചെയ്യാണ്? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ പറ്റി പല തെറ്റിദ്ധാരണകൾ കേട്ടിട്ട്, കള്ളപ്രചരണങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന്റെ നിലപാടിന് മൊത്തം, അദ്ദേഹം തൗഹീദുള്ള ആൾ തന്നെയാണ്, തൗഹീദിനെ ഇഷ്ടപ്പെടുന്ന, സുന്നത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. പക്ഷേ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ചീത്ത വിളിക്കുകയും അദ്ദേഹത്തെ ശപിക്കുകയും അദ്ദേഹത്തെ പറ്റി മോശപ്പെട്ട പല വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ പണ്ഡിതൻ മാറണം. അപ്പൊ ഈ ശിഷ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നേരിട്ട് ഈ കിതാബ് കൊടുത്തിട്ട് നോക്ക്, ഈ കിതാബ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബാണ് എന്ന് പറഞ്ഞ് കൊടുക്കല്ല ചെയ്തത്. അങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അതവിടെ വിലപ്പോവില്ല. മറിച്ച് ഈ ശിഷ്യൻ എന്ത് ചെയ്തു? ഈ കിതാബിന്റെ പുറം ചട്ട, കിതാബ് തൗഹീദ് എഴുതിയുള്ള ചട്ട, അതുപോലെ തന്നെ പേര് മുഹമ്മദ് അബ്ദുൽ വഹാബ് എഴുതിയ ആ ഭാഗം എന്ത് ചെയ്തു? അത് പറിച്ചെടുത്തു. എന്നിട്ട് ഈ കിതാബ് മാത്രം എന്ത് ചെയ്തു? ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് പറയണ, ഇത് എനിക്ക് കിട്ടിയൊരു കിതാബാണ്, ഇത് ആരുടേതാണെന്ന് എനിക്കറിയില്ല. അപ്പൊ താങ്കൾ എന്ത് ചെയ്യണം? ഈ കിതാബ് ഒന്ന് വായിച്ചിട്ട് ഈ കിതാബ് ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് തരണം. എന്ത് ചെയ്യണം? ശിഷ്യൻ ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് അത് വാങ്ങിച്ചു. ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയി കുറെ തവണ വായിച്ചു നോക്കി, തലമുലങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ടൊന്നും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ശിഷ്യനെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഈ കിതാബ് എഴുതിയത് ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ഇത് കിതാബ് ഞാൻ കുറെ വട്ടം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് എഴുതിയത് ബുഖാരി റഹിമഹുല്ലാഹ് പോലുള്ള ഏതോ ഒരു വലിയ പണ്ഡിതൻ, ബുഖാരിയോ അല്ലെങ്കിൽ ബുഖാരിയോളം ഇൽമുള്ള വേറെ ഏതൊരു പണ്ഡിതനാണ് ഇത് എഴുതിയത്. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ മജ്‌ലിസുകളിലും ചീത്ത വിളിക്കാറുള്ള, ശപിക്കാറുള്ള മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയാണ് ഈ കിതാബ് എഴുതിയത്. അതോടുകൂടി ആ ചീത്തവിളി അവസാനിച്ചു. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ, ആ തെറ്റിദ്ധാരണ നീക്കി കൊടുക്കാൻ, ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പല വഴികളുണ്ടാവും. ആ വഴികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പണ്ഡിതന്മാര് പറഞ്ഞു, ലാ തുഖാലിഫിൽ അവാമ ഇല്ലാ ഫി ഹറാം, ലാ തുഖാലിഫിൽ അവാമ ഇല്ലാ ഫി ഹറാം.
ഹറാമായിട്ടുള്ള കാര്യങ്ങളിലല്ലാതെ എന്ത് ചെയ്യരുത്, സാധാരണക്കാരോട് നിങ്ങൾ എതിരാകരുത്. ദഅവത്ത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. സാധാരണക്കാരെങ്ങനെയാണോ ഉള്ളത്, അവരുടെ രീതികൾ, മൊത്തത്തിൽ അവരുടെ നാട്ടു നടപ്പുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഹറാമായിട്ടുള്ളതിലല്ലാത്ത ബാക്കി ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരോട് എതിരാകരുത്. അവർക്ക് തോന്നണം ഇവര് നമ്മൾപ്പെട്ടവരാണ്, നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. നമ്മളെ കാണുമ്പോൾ സാധാരണക്കാർ തോന്നരുത് ഇവൻ ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ടവൻ, ഇവൻ ഏതോ ഒരാളാണ് എന്ന് തോന്നരുത്. അങ്ങനെ തോന്നുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മളെ മറ്റൊരു കണ്ണിലൂടെ കാണും. അപ്പൊ അതെന്ത് ചെയ്യും, ദഅവത്തിനെ ബാധിക്കും. നമ്മൾ മറ്റൊരു കണ്ണിലൂടെ കാണുമ്പോൾ മറ്റേതൊരു വിഭാഗമാണ് എന്ന് തോന്നുന്നൊരവസ്ഥ വരുമ്പോൾ അത് ദഅവത്തിനെ എന്ത് ചെയ്യും, സാരമായി ബാധിക്കും. ആളുകൾ പലപ്പോഴും പലതും പറയും. നമ്മളെ എതിർത്ത് നിൽക്കുന്ന ബിദഅത്തിന്റെ കക്ഷികൾ നമ്മളെ പറ്റി പലതും പറയും. അവന് തീവ്രവാദിയാണ്, ദമ്മാജിയാണ്, അഹിമാരാണ്, ഷുറൂത്തികളാണ്, പല പേരുകളും നമ്മളെ പറ്റി പറയും. പക്ഷേ ആ പറയുന്നതിനേക്കാൾ എഫക്റ്റ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. നമ്മൾ പരമാവധി അവരുടെ കൂടെ എല്ലാ കാര്യവും, ഹറാമല്ലാത്ത എല്ലാ വിഷയങ്ങളിലും നമ്മൾ അവരെ പോലെ തന്നെയാണെന്ന് അവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, അവർ പറയുന്ന പോലൊന്നല്ല, അവർ പറയുന്ന ഒരു പ്രത്യേക വിഭാഗമൊന്നുമല്ല എന്നെന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവും. ഇപ്പോ നമ്മളെ പറ്റി പറയുന്ന ആക്ഷേപമാണ് എന്താ, മുസ്ലിമീങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കൂല, ആ മുസ്ലിമീങ്ങളോട് എന്ത് ചെയ്യില്ല, വളരെ ഒരിക്കലും ഇടപാടുകൾ നടത്തൂല, മാമലത്തും നടത്തൂല, എപ്പോഴും എന്ത് ചെയ്യും, വളരെ മോശപ്പെട്ട അവരുടെ കൂട്ടത്തിലുള്ള ആളുകളോട് മാത്രം സലാം പറയുക, കണ്ടാൽ മിണ്ടാ, ചിരിക്കുക, അവരുടെ പള്ളിയിൽ വരുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ പറ്റി പറഞ്ഞ് പരത്തുമ്പോൾ അതൊക്കെ അവിടെ നടന്നോട്ടെ, അത് വേറെ വിഷയം. നമ്മുടെ പ്രവർത്തനങ്ങൾ അതുപോലെ ആകാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാധീനം ഉണ്ടാക്കും. ആളുകൾ സ്വാഭാവികമായിട്ടും സ്വാധീനം ഉണ്ടാക്കും. നമ്മൾ അങ്ങനെയൊന്നും അല്ലാതെ ആളുകൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ബോധ്യപ്പെടും. അപ്പൊ വളരെയധികം എന്ത് ചെയ്യണം, നമ്മുടെ എന്താ പറയാ, പരമാവധി ഹറാമാകാത്ത കാര്യങ്ങളിൽ, ഹറാമാകാത്ത കാര്യം, ഇത് ചില ആളുകൾ ഇത് മനസ്സിലാക്കാൻ നേരെ തിരിച്ചാണ്. ഒക്കെ നാട്ടുകാരെ പോലെ, അവരുടെ താടി ഉണ്ടാവില്ല, വസ്ത്രധാരണം ഉണ്ടാവില്ല, നെയ്യാണിക്കാരുടെ വസ്ത്രം എല്ലാം ഒന്നും ഉണ്ടാവില്ല, മൊത്തം നാട്ടുകാരെ പോലെ തന്നെ ആവും. അങ്ങനെ നാടോടുമ്പോൾ നടുവോടാനെല്ലാം പറയും. ഹറാമായ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കരുത്. അവിടെ ഒരു മസ്ലഹത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടതില്ല. താടി നമ്മൾ വെട്ടാനോ വടിക്കാനോ നിൽക്കേണ്ടതില്ല. വസ്ത്രം നെയ്യാണിക്ക് താഴെ താഴ്ത്താനോ ഒന്നും നിൽക്കേണ്ടതില്ല. ഹറാമാകാത്ത വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകേണ്ടതില്ല. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പരമാവധി എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. പരമാവധി നമ്മൾ സാധാരണക്കാരുടെ എതിരാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് എന്താ പറയാ, പെരുന്നാൾ ആഘോഷിക്കുന്ന വിഷയം മനസ്സിലാൻ വേണ്ടി പറയാം. പെരുന്നാൾ ആഘോഷിക്കുക, ആ മസാല എന്തോ ആയിക്കോട്ടെ, മസാല രണ്ടഭിപ്രായമുണ്ട്, ഇജ്തിഹാദി മസാല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ നാട്ടുകാരെല്ലാവരും ഒരു ദിവസം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ ഈ പള്ളി മാത്രം വേറെ ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ വിചാരിക്കും. പിന്നെ ഈ സാധാരണക്കാരെ നാട്ടുകാരിൽ ആരെങ്കിലും പിന്നെ ഈ പള്ളിക്ക് വരും? നിസ്കരിക്കാൻ പോലും പിന്നെ വരൂല. നിസ്കരിക്കാൻ പോലും പിന്നെ ഈ പള്ളിക്ക് വരൂല. അവര് വേറെ ഏതോ വിഭാഗമാണെന്ന് പറയും. അവര് വേറെ ഏതോ ഒരു വിഭാഗമാണെന്ന് പറയും. നമ്മൾ നാട്ടുകാരുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ചാൽ ഹറാമൊന്നും ആവൂലല്ലോ? ആകുമോ? ഒരിക്കലാവൂല. സൗദിയുടെ കൂടെയാണ് ആഘോഷിക്കേണ്ടത്, അതാണ് ഏറ്റവും കൃത്യമായ കണക്ക് എന്ന് പറയുന്ന ആ പണ്ഡിതന്മാർ പോലും നാട്ടുകാരുടെ കൂടെ ആഘോഷിച്ചാൽ ഹറാമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹറാമാകാത്തിടത്തോളം നമ്മൾ എന്ത് ചെയ്യും, നാട്ടുകാർക്ക് എതിരാവാതിരിക്കുക. അതാണ് ദഅവത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ദഅവത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ ഒരിക്കലും ഹറാമല്ലാത്ത കാര്യങ്ങളിൽ കടുംപിടുത്തം പിടിക്കാതെ, വാശി പിടിക്കാതെ നമ്മൾ മുന്നോട്ട്. അതേപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇജ്തിഹാദിയായ മസാലകളിൽ എന്ത് ചെയ്യുന്നത്, ഒരിക്കലും കടുംപിടുത്തം കാണിക്കുന്നത്. ഇജ്തിഹാദിയ മസാലകൾ ഒരിക്കലും
ഇജ്തിഹാദിയായ മസലകൾ പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആളെ കൂട്ടാൻ നിൽക്കരുത്. ഇജ്തിഹാദിയായ മസലകൾ പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ആളെ കൂട്ടാൻ നിൽക്കരുതാ. അവൻ കണ്ടോ ദാവത്തിൽ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫി ഹറാമല്ലേ, അതുകൊണ്ട് അവന്റെ ദാവത്ത് ശരിയായ ദാവത്തല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആളുകളെ കൂട്ടാൻ നിൽക്കരുത്. അതൊരിക്കലും നിലനിൽക്കുന്ന ദാവത്തല്ല. ഇജ്തിഹാദിയായ മസലകൾ പറഞ്ഞിട്ട് നമ്മൾ ആളുകളെ കൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനധികം ആയുസ് ഉണ്ടാവില്ല, നിലനിൽപ്പുണ്ടാവില്ല, അതിനധികം നിലനിൽപ്പുണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാനും കണ്ണിൽ പൊടിയിടാനും ആവേശഭരിതരാക്കാനും സഹായിക്കുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ കാര്യമായി നിലനിൽക്കുന്ന റിസൾട്ടൊന്നും അതിനുണ്ടാവില്ല. കൃത്യമായ ഹറാമാണ് എന്ന് നസ്സോ ഇജ്മാ വന്നിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, എതിർക്കുക. അങ്ങനെ അല്ലാത്ത വിഷയങ്ങൾ പരമാവധി വിശാലത കാണിക്കുക. അങ്ങനെ അല്ലാത്ത വിഷയങ്ങൾ പരമാവധി വിശാലത കാണിക്കുക. നമുക്കത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ വിഷയം, നമുക്കത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ എന്ത് ചെയ്യാം, എതിർക്കുമ്പോ വിമർശിക്കുമ്പോ കൃത്യമായി നസ്സോ ഇജ്മാവോ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ, എതിർക്കാനും വിമർശിക്കാനും നിൽക്കാം, എതിർക്കാനും വിമർശിക്കാനും നിൽക്കാം. അപ്പൊ വളരെ എന്ത് ചെയ്യാ, എന്താ പറയാ, അങ്ങേയറ്റം ശക്തമായ നസ്സോ ഇജ്മാവോ വന്നിട്ടുള്ളതല്ലാത്ത കാര്യങ്ങളിൽ വിമർശനങ്ങൾ കുറയ്ക്കുക. ഒരു എന്താ പറയാ, ഒരു സംഘമായി നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ, അവർക്കിടയിലുള്ള വിമർശനങ്ങൾ കുറയാൻ തുടങ്ങി. അവർക്കിടയിലുള്ള വിമർശനങ്ങൾ, അതിനർത്ഥം തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കണമെന്നല്ല. കൃത്യമായി നസ്സ് കൊണ്ടും ഇജ്മാ കൊണ്ടും തെറ്റാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം, വിമർശിക്കാം. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ പരമാവധി എന്ത് ചെയ്യാം, നമുക്കിഷ്ടമില്ലെങ്കിലും വിട്ടുകൊടുക്കുക, നമുക്കിഷ്ടമില്ലെങ്കിലും വിട്ടുകൊടുക്കാം. ഉദാഹരണത്തിന് ഇവിടെ പള്ളിയിലെ ഖിബില ചെറുതായിട്ടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയുന്നത് അനുവാദമുണ്ട് ഇല്ല എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്, രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ സൗകര്യം പരിഗണിച്ചിട്ട് ചെറിയൊരു ചരിവ്, ചെറിയ കുറച്ച് ഡിഗ്രി, കുറച്ച് കൂടുതൽ സ്വത്ത് നിൽക്കാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാനും വേണ്ടി കുറച്ചൊന്ന് ചരിച്ച് നിർത്തിയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പറയണേ അത് ശരിയാവില്ല, കൃത്യം അതേ ആംഗിളിൽ തന്നെ ഒരു ഡിഗ്രി പോലും തെറ്റാതെ ശരിക്കും കൃത്യം അങ്ങനെ തന്നെ ആക്കണം എന്ന് നമ്മൾ പറഞ്ഞ് പ്രശ്നമാക്കേണ്ടതില്ല. അങ്ങനെ പ്രശ്നമാക്കേണ്ടതില്ല. രണ്ടു ഭാഗത്തും ശക്തമായ തെളിവുകളുടെ വിഷയമാണെങ്കിൽ പ്രശ്നമാക്കേണ്ടതില്ല. അതേപോലെ തന്നെ സ്വഫ് വേറെയാണെന്ന് വേർതിരിക്കാനുള്ള വരകൾ അത് ബിദഅത്താണെന്നും അല്ലെന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വഫ് പ്രത്യേകം വേർതിരിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ നമ്മൾ തർക്കിക്കാൻ എന്തായിരിക്കും അവസ്ഥ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു സുന്നത്തും നമ്മൾ നടപ്പിലാക്കരുത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, സുന്നത്തുകൾ ഹറാമ് ചെയ്തുകൊണ്ട്, ഹറാമാണ് മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കാം, ഒരു ഹറാമ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, സുന്നത്തുകൾ നടപ്പിലാക്കാൻ നിൽക്കരുത്. പല ആളുകളും മുമ്പ് കണ്ടിട്ടുണ്ട്, കേരളത്തിൽ നടന്ന സംഭവം ചെരുപ്പിട്ട് നിസ്കരിക്കൽ സുന്നത്താണ്, വെറും സുന്നത്തല്ല, സുന്നത്തിന് മുഅക്കദയാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട സുന്നത്ത്. ജൂത നസാറാക്കളോട് എതിരാകുന്ന വിഷയം പറഞ്ഞ് വിശദാശം എന്ത് ചെയ്യുന്നത്, പ്രത്യേകം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചെരുപ്പിട്ട് നിസ്കരിക്കാൻ. അവർ ചെരുപ്പിട്ട് നിസ്കരിക്കാറില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു, ചില ആളുകൾ പള്ളിയിൽ, ഇതുപോലത്തെ ഒരു പള്ളിയിൽ പുറത്ത് അങ്ങനെ ഇട്ടിട്ട് വരുന്നത് അതേ ചെരുപ്പിട്ടിട്ട് എന്ത് ചെയ്യണം, നേരെ പള്ളിയിലേക്ക് കയറാം. നമ്മുടെ നാടെന്നൊക്കെ പറഞ്ഞാൽ ചെരുപ്പിട്ടിട്ട് വന്നാൽ ചെരുപ്പൂരി കാല് കഴുകാതെ കയറിയാൽ പോലും പ്രശ്നമാക്കുന്ന പള്ളികളെ നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിലേക്ക് ഈ ഇതേ ചെരുപ്പിട്ടിട്ട് കയറി നിസ്കരിച്ച് അങ്ങനെ ഉണ്ടാവും. അതന്നെ ഉണ്ടായിട്ട് അവിടെ വലിയ പ്രശ്നമായി, അടിയായി, ആകെ പുലിവാലായി. അതേപോലെ തന്നെ നമ്മുടെ ആളുകൾ ഇപ്പോഴും ചെയ്യുന്നൊരു വിഷയമാണ് എന്ത്, പല ആളുകൾക്ക് അത് അറിയില്ല. സൊഫ നിൽക്കുമ്പോൾ ഒരാൾ നമ്മൾ കാലടുപ്പിച്ച് ചേർത്ത് നിർത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, മറ്റാൾ കാല് വലിച്ചു കഴിഞ്ഞാൽ പിന്നെയും ചേർത്തു, പിന്നെയും വലിച്ചാൽ പിന്നെയും ചേർത്ത്, അങ്ങനെ ചേർത്താൻ പാടില്ല.
അങ്ങനെ ചേർത്താൻ പാടില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ നമ്മൾ കാലടിപ്പിച്ച് വെക്കാന്നുള്ള സുന്നത്ത് പാലിക്കുന്നത് കൊണ്ട് അയാൾക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന, അയാളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷെ അയാൾക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യരുത്? കാലടുപ്പിച്ച് വെക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ ഒരു ഹറാമ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു സുന്നത്ത് നടപ്പിലാക്കരുത്. നമ്മൾ മനഃപൂർവ്വം ഹറാമ് ചെയ്യല്ല, പക്ഷെ നമ്മൾ സുന്നത്ത് നടപ്പിലാക്കുമ്പോൾ ഒരു ഹറാം അവിടെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആ സുന്നത്ത് നടപ്പിലാക്കരുത്. ആ സുന്നത്ത് നടപ്പിലാക്കരുത്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ എന്തിൽ വരുന്നുണ്ട്? ദഅവത്തുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നുണ്ട്. ദഅവത്തുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നുണ്ട്. ഈ ദഅവത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് വരിക മറ്റുള്ള മതസ്ഥരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളല്ല. നമ്മുടെ ദീൻ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ വരിക. ഏറ്റവും കൂടുതൽ വരിക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ആ പള്ളിയിൽ തന്നെ പോയാൽ നമുക്ക് എന്താ പ്രശ്നം? ആ പള്ളിയിലെ തന്നെ ആളുകളായി നമുക്ക് അവരുടെ കൂട്ടത്തിലൊരാളായി ഇണങ്ങി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നമായിട്ട് വരാനുള്ളത് എന്നുള്ള കൃത്യമായ ബോധ്യം നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവണം. കൃത്യമായ ബോധ്യം. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പലർക്കും ഇപ്പോഴും അറിയില്ല. വലിയ പ്രശ്നം അതാണ്. പലർക്കും ഇപ്പോഴും അറിയില്ല. ചില ആളുകൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നമ്മൾ എന്താ പറയാ വീഡിയോ കൊണ്ട് ദാവത്ത് തുടങ്ങി, അതുകൊണ്ട് നിങ്ങൾ വിസ്തംകാരെ പോലെ. പക്ഷെ വിസ്തംകാരും നമ്മളും തമ്മിൽ ആകെയുള്ള വ്യത്യാസം ഫോട്ടോഗ്രാഫിയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ പല സ്ഥാപനങ്ങൾക്കും വേണ്ടി പല സാമ്പത്തിക സഹായങ്ങൾ അന്വേഷിച്ചുള്ള പിരിവുകൾ നടത്തുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും വിസ്തംകാരും ഒരുപോലെയാണ്. പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്ന് പലർക്കും അറിയുന്നില്ല. എന്താണ് അവർക്ക് പറ്റിയ മനഹജിയായ പിഴവെന്താണ്, അവർക്കുള്ള പ്രശ്നങ്ങൾ, അടിസ്ഥാന ഉസൂലിയായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് പലർക്കും അറിയുന്നില്ല. അങ്ങനെ അറിയാതെയാണ് മാറി വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു സമൂഹത്തിന് അധികം നിലനിൽപ്പുണ്ടാവില്ല. അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇസ്ലാമിന്റെ പിരികൾ എന്ത് ചെയ്യും? ഓരോന്നോരോന്നായി അഴിഞ്ഞഴിഞ്ഞു പോകും. എങ്ങനെയാണെങ്കിൽ ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്ത ഒരാൾ ഇസ്ലാമിൽ വളർന്നു വരിക. ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്ത ഒരാൾ ഇസ്ലാമിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ അവൻ ആ ഇസ്ലാം എന്ത് ചെയ്യും? അതിന്റെ പിരികൾ പതുക്കെ കഴിഞ്ഞു പോകും. സലഫികളായി സലഫിയത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അറിയുന്നില്ല എന്താണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാതെയാണ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നതെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ കൊഴിഞ്ഞു പോകാനുള്ളതാണ്. നിലനിൽക്കൂല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ വളരെയധികം നമ്മുടെ ദഅവത്തിൽ ശ്രദ്ധിക്കേണ്ട മേഖലകളാണ്. അതേപോലെ തന്നെ നമ്മളുടെ ദഅവത്തിൽ മുമ്പ് ഈ ദഅവത്തുമായി ഇറങ്ങിയ ആളുകൾക്ക് പറ്റിയ അബദ്ധങ്ങളെ പറ്റി നമുക്ക് കൃത്യമായ ധാരണ ഉണ്ട്. നമ്മളല്ലല്ലോ ആദ്യ ദഅവത്തിന് ഇറങ്ങാൻ പോകുന്നത്. പൊതുസമൂഹത്തിന് ദഅവത്ത് ചെയ്യുന്നതിൽ ആദ്യത്തെ മാതൃക നമ്മളൊന്നുമല്ല. നമുക്ക് മുമ്പ് പലരും ഇറങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങളും പല മേഖലകളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. അവർക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എവിടേക്കാണ് വീഴ്ചകൾ പറ്റിയതെന്ന് കൃത്യമായ ധാരണ നമുക്ക് വേണം. ഒന്നാമത്തെ അവർക്ക് പറ്റിയ പ്രശ്നം എന്താ? നേരത്തെ പറഞ്ഞ വിഷയങ്ങളല്ലാതെ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് ദഅവത്തിൽ പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട പിഴവ് എന്താണെന്നറിയോ? ഖുർആനും സുന്നത്തും പഠിച്ചു കഴിയാത്ത ഒരാൾ എന്ത് ചെയ്യും? ബൈബിളും ഗീതയും രാമായണമൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഖുർആനും സുന്നത്തും അയാൾ ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല. അവൻ എന്ത് പഠിപ്പിക്കും? ബൈബിളില് യോഹന്നാൻ സുവിശേഷത്തില് ഇത്രാമത്തെ സൂക്തത്തിൽ ഈ ഒരു അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
മത്തായി സുവിശേഷം ഈ ഒരു അധ്യായം 8-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഗീതയിൽ ഈ ഒരു വചനത്തിൽ ഈ ഒരു ഉപനിഷത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവൻ ഇതൊക്കെ പഠിക്കും. ഇതൊക്കെ പഠിക്കേണ്ടത് ആരാണ്? ഇത് തീരെ ഒരു തരത്തിലും ഒരാൾക്ക് ഒരിക്കൽ പോലും പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കൃത്യമായ അവസരങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ പറ്റും. അതിലേറ്റവും ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? സ്വന്തം ദീനിനെ പറ്റി പഠിച്ചിട്ടായിരിക്കണം മറ്റുള്ളവർ ദീനിനെ പറ്റി പഠിക്കണം. സ്വന്തം ദീനിനെ പറ്റി പഠിച്ചിട്ടായിരിക്കണം മറ്റുള്ളവർ ദീനിനെ പറ്റി പഠിക്കണം. സ്വന്തം ദീനിനെ പറ്റി അറിയില്ല, സ്വന്തം ദീനിനെ പറ്റി അവൻ അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്തുകൾ ചോദിച്ചു നോക്കി. ഈ രാമായണവും ഗീതയൊക്കെ ഓടുന്ന, ബൈബിളൊക്കെ ഓടുന്ന ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്തുകൾ വേറൊന്നും ചോദിക്കണ്ട, വലിയ വലിയ മസാലകളൊന്നും ചോദിക്കണ്ട. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ ചോദിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്തുകൾ ചോദിച്ചാൽ അവന് പറയാൻ കിട്ടൂല. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്തുകൾ അറിയില്ല. ഒരാൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ അവന്റെ ഒരു വ്യക്തിയുടെ മേൽ നിർബന്ധമാകുന്ന ബാധ്യതകൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കി, അവനറിയില്ല. സ്വന്തം ദീനിനെ പറ്റി പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി കൃത്യമായ ധാരണ വന്ന് അവന്റെ ജീവിതത്തിൽ ഹറാമുകൾ ഒരിക്കലും കടന്നു വരാത്ത രൂപത്തിലേക്ക് അവന്റെ ജീവിതത്തെ മാറ്റി തീർത്ത് വാജിബുകൾ കൃത്യമായി എന്തൊക്കെയാണെന്ന് പഠിച്ചറിഞ്ഞിട്ട് പിന്നെ ഒരാൾ എന്ത് ചെയ്യണം, എൻ്റെ നാട്ടിൽ മറ്റുള്ള മതസ്ഥരുണ്ട്, അവർക്ക് കൃത്യമായ ഹക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കിതിൻ്റെ ആശയങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അതിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ അവൻ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. അതും അതിൽ തന്നെ വർഷങ്ങൾ പഠിക്കാൻ വലിയ റിസർച്ച് നടത്താനൊന്നുമല്ല. നമുക്ക് നമ്മുടെ തെളിവെന്നുള്ളത് ഖുർആനും സുന്നത്തുമാണ്. നമുക്ക് ആളുകൾ ദഅവത്ത് ചെയ്യാൻ ഖുർആനും സുന്നത്തും മതി. അതിനൊരു എന്താ പറയാ, ഒരു ഉപോത്ബലകം എന്ന് പറയാം മലയാളത്തിൽ. കൂടെ ഒരു ബലത്തിനൊരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നത് മാത്രം. അതൊന്നാമത് നമ്മുടെ കൂട്ടത്തിൽ ദഅവത്തിന് ഇറങ്ങിയ ആളുകൾക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ്. പറഞ്ഞു വന്നത് ദഅവത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങിയ ആളുകൾക്ക് പറ്റിയ അബദ്ധങ്ങൾ, അത് നമുക്കും ശരിക്കും ഒരു പാഠങ്ങളാണ്. നബി വിശ്വാസം പഠിപ്പിച്ചെന്നല്ലേ, ഒരു മുഅ്മിൻ ഒരിക്കലും എന്തില്ല ഒരേ മാളത്തിൽ നിന്ന് 2 തവണ കടിയേൽക്കുകയും നമ്മുടെ മുന്നിൽ ആ അബദ്ധങ്ങളിൽ വീണുപോയി നമുക്ക് പാഠങ്ങളായി മാറിയ ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഒരിക്കലും അവർ വീണുപോയ അതേ അബദ്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെന്ന് വീഴരുത്. അപ്പൊ ഒന്നാമത്തെ അബദ്ധം നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയ ആളുകൾക്ക് പറ്റിയതാണ്. നമ്മുടെ മുന്നിൽ കഴിഞ്ഞ അവർക്ക് നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ, അവരൊരിക്കലും തെറ്റായ ഉദ്ദേശങ്ങൾ കൊണ്ട് ചെയ്യുന്നതായിരിക്കണം എന്നില്ല. പക്ഷെ അതെന്തല്ല, പറഞ്ഞ് അങ്ങനെ പോയി അവസാനം എന്തായി, ഈ കേൾക്കുന്ന ആൾ ധരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്ത്, എല്ലാ ദീനും ശരിയാണ് എന്ന് ധരിക്കുന്ന അവസ്ഥയിലേക്ക് പോലും പല ആളുകളും ലക്ഷങ്ങൾ മുടക്കി സ്റ്റേജുകൾ കെട്ടി മണിക്കൂറുകൾ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഈ പ്രസംഗം കേട്ടൊരു അമുസ്ലിം പറയാണ്, ഓ നമ്മുടെ മതത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ മതവും ശരിയാണല്ലേ എന്ന് അയാൾ പറയും. അത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്, വെറുതെ നമ്മൾ അയാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനൊരു അവസ്ഥ, ഒരു റിസൾട്ട് നമ്മുടെ സംസാരം കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ആ സംസാരത്തിന് എന്ത് ഹൈറാണുള്ളത്, ആ ദഅവത്തിന് എന്ത് ഗുണാണുള്ളത്? ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് അങ്ങേയറ്റം ദീനെ പറ്റി പഠിച്ചിട്ടുള്ള, നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ദീനിൽ മനസ്സിലാക്കിയിട്ടുള്ള, അതിന് മാത്രം ഖുർആനും സുന്നത്തും പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അതിൻ്റെതായ അളവിൽ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരോടും പറയാന്നുള്ളതൊന്നല്ല. ചില ആളുകൾക്ക് ഈ മറ്റുള്ള മതങ്ങളിലെ കാര്യങ്ങൾ കോട്ടിങ്ങുകൾ എടുത്ത് പറയണം നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് ഹക്ക് പറഞ്ഞാൽ ഖുർആൻ സുന്നത്തും പറഞ്ഞു കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, ഒരുവിധം ആളുകളൊക്കെ ഹക്ക് സ്വീകരിക്കും, തയ്യാറാവും, മാറ്റം വരും. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, അവരുടെ വേദങ്ങൾ പറഞ്ഞ് തർക്കിക്കാനും
അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ ഞങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗ്രന്ഥത്തിനെ മറപിടിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇത് പറയേണ്ടി വരുന്നു മാത്രം. അവരുടെ ഗ്രന്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ നബിയൊന്നും പഠിപ്പിച്ചിട്ടില്ല, അലൈക്കും സലാം, ഇങ്ങനൊരു നബിയൊന്നും വരാനൊന്നുമില്ല, ഇതൊരു നബിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കും. നമുക്ക് എന്ത് ചെയ്യണം? ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ കാര്യങ്ങൾ എടുത്ത് പറയേണ്ടി വരുന്നു മാത്രം. അതിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിനു വേണ്ടി ഉള്ളതാണ്. അപ്പൊ അതിലൊരിക്കലും എന്ത് ചെയ്യും? നമ്മൾ മുമ്പ് കഴിഞ്ഞ ആളുകൾ പരിധി വിട്ടു പോയതുപോലെ നമ്മൾ ഒരിക്കലും പരിധി വിട്ടു പോകരുത്. ഒന്നാമത്തെ അബദ്ധം പറ്റിയതാണ്. രണ്ടാമത് പറ്റിയ അബദ്ധം നേരത്തെ സൂചിപ്പിച്ചു, അവരവർക്ക് പഠിക്കാനുള്ള കാര്യം പഠിച്ചിട്ടുണ്ടാവൂല, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ സ്വലാഹി റഹ്മത്ത് എപ്പോഴും പറയാറ്, പോസ്റ്റർ ഒട്ടിക്കുന്നവൻ എപ്പോഴും പോസ്റ്റർ ഒട്ടിക്കുന്നവനായിട്ടുണ്ടാവും. അവൻ ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഖുർആൻ കൂടുതൽ ഹിഫ്ളാക്കുകയും തഫ്സീറുകൾ വായിക്കുകയും ഹദീസുകൾ പഠിക്കുകയും അവന്റെ ജീവിതത്തിൽ അവന്റെ തഖ്വയ്ക്കോ ഇൽമിനോ ഈമാനോ ഒരു മാറ്റം മുതൽ 10-20 വർഷമായിട്ടുണ്ടാവും അവൻ ഇപ്പോഴും പോസ്റ്റർ ഒട്ടിക്കുന്നവൻ തന്നെയാണ്. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് ദഅവത്ത് നടത്താൻ, പരിപാടികൾ വരുമ്പോൾ കസേരകൾ ഇടാൻ, മൈക്ക് പെർമിഷൻ എടുക്കാൻ, പ്രചരണങ്ങൾ നടത്താൻ, നോട്ടീസുകൾ വിതരണം ചെയ്യാൻ, ഇതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ചെയ്യുന്ന ആൾ എന്തിനു ശ്രദ്ധിക്കണം? ഇതിനേക്കാൾ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിസ്കാരത്തിന് അവന്റെ നിസ്കാരം എപ്പോഴും ശരിയായിട്ടുണ്ടാവില്ല. അവൻ ജീവിതത്തിൽ ഒരുപാട് ഹറാമായ കച്ചവടങ്ങൾ, പല കാര്യങ്ങളും അവൻ നരകത്തിന് സലാമത്താക്കിയിട്ടുണ്ടാവൂല. എന്നിട്ട് അവൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ, അതൊരിക്കലും ശരിയല്ല. അത് പറയുന്നതിന്റെ അർത്ഥം എന്തല്ല, നമ്മളെല്ലാം തികഞ്ഞിട്ടേ മറ്റുള്ളവർ, അങ്ങനെ അത് രണ്ടും തെറ്റാണ്. അങ്ങനെയല്ല ഉദ്ദേശിക്കാൻ. നമ്മൾ നമ്മുടെ കാര്യം ശരിയാക്കിക്കൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം, മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കണം. അതിനോടൊപ്പം എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അറിയുന്ന, പഠിച്ചിട്ടുള്ള, കഴിയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. രണ്ടും നമ്മൾ ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതേപോലെ തന്നെ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട അബദ്ധം ദഅവത്തിന്റെ വിഷയത്തിൽ. അവരെന്ത് ചെയ്യും? ദഅവത്തിൽ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മറ്റു മതസ്ഥരിൽ നിന്ന്, മറ്റു വിഭാഗങ്ങളിൽ നിന്നൊക്കെ കുറച്ചിങ്ങനെ എതിർപ്പുകളും അതുപോലെ തന്നെ ശക്തമായ താക്കീതുകളും അങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങൾ എത്തുമ്പോൾ അവരെന്ത് ചിന്തിക്കും? നമ്മളിങ്ങനെ മറ്റൊരു ചെറിയൊരു പള്ളിയിൽ ചെറിയൊരു വിഭാഗമായി നിന്നിട്ട് കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? മുസ്ലിമീങ്ങളാണെന്നുള്ള പേരിൽ എന്ത് ചെയ്യണം? ഒറ്റക്കെട്ടായി നിൽക്കണം. മുസ്ലിമീങ്ങളാണെന്നുള്ള പേരിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മളിങ്ങനെ നമ്മളിപ്പോ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എന്തിൽ കേന്ദ്രീകരിക്കാം? മറ്റു മതസ്ഥരിൽ കേന്ദ്രീകരിക്കാം. മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, അത് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ അതിനെന്ത് ചെയ്യേണ്ടതില്ല? വിമർശിക്കുക, സംസാരിക്കുക ചെയ്യേണ്ടതില്ല. നമ്മളിപ്പോ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ, കുഫറിന്റെ ആളുകളെ ഈമാനിലേക്ക് എത്തിക്കാൻ, അതിപ്പോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്ന മെന്റാലിറ്റിയിലേക്ക് എത്തിയ ആളുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയോ? എന്താ സംഭവിക്കാം? ഏത് വിദ്യാർത്ഥി കണ്ടാലും എന്തൊക്കെ പുതിയതായിട്ടുള്ള പുത്തൻ ആശയങ്ങൾ ദീനിൽ കടന്നു വന്നാലും അതിനെതിരൊരു അക്ഷരം ഉണ്ടൂല. അതിനെതിരൊരു അക്ഷരം ഉണ്ടൂല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ദീനിന് പുറത്തുള്ള മുസ്ലിം അല്ലാത്ത ശിർക്ക് ചെയ്യുന്ന, കുഫർ ചെയ്യുന്ന ഒരാളെ ദീനിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ശരിയായിട്ടൊരു ദീന്, കലർപ്പില്ലാത്തൊരു ദീന്, തെളിച്ചമുള്ള, പ്രകാശമുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ആ തൂവള്ള പാത നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ഈ തൂവള്ള പാതകൾ ഇല്ലെങ്കിലോ? ശ്രദ്ധിക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ബിദ്അത്ത്, ഒരാളൊരു ബിദ്അത്ത് ചെയ്യുമ്പോൾ, ഒരാളൊരു കുഫറും ശിർക്കും ചെയ്യുമ്പോൾ അത് വേറെ വിഷയമാണ്. ഒരു ബിദ്അത്തുകാരൻ ഒരു ബിദ്അത്ത് ദീനിലുള്ളതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത്, ദീനുൽ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന പോലെ, ആ ഒരു രൂപം വികൃതമാക്കുന്ന പോലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനുൽ ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കെ നമ്മൾ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് തൂവുള്ള പാതയാണ്, ഇത് അങ്ങേയറ്റ ഭംഗിയുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ കണ്ണുള്ള ഒരാൾ അത് വിശ്വസിക്കണ്ടേ? ചിന്തിക്കുന്ന ഒരാൾക്ക് അത് അംഗീകരിക്കാൻ കഴിയണ്ടേ?
അവനക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എത്രയോ ആളുകൾ നമ്മൾ കേട്ടാൽ നമ്മൾ കരഞ്ഞു പോകും. എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു, പിന്നീട് അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തു. അവർ പലപ്പോഴും ഇസ്ലാമിനെ പറ്റി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള തടസ്സം എന്താ? അവരുടെ നാവ് കൊണ്ട് പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അവർ ചിന്തിച്ചത്, അവർ ഇസ്ലാമിലേക്ക് നോക്കുമ്പോൾ മുസ്ലിം സമൂഹമായിട്ട് അവർ കാണുന്നത് ഈ കാണുന്ന സമസ്ത ഷിർക്ക് ഖുറാഫാത്തുകൾക്കുള്ള ആളുകളെ. അപ്പൊ അവരുടെ ദീനിൽ കാണുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരൻ പറഞ്ഞതാണ്, അവരുടെ ദീനിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്. എല്ലാം പുണ്യാളന്മാരായിട്ട് ഇവർ കണക്കാക്കുന്ന ആളുകൾക്ക് ഇവരെന്തെല്ലാം വകവെച്ചു കൊടുക്കുന്നോ അതെല്ലാം ദീൻ ഇസ്ലാമിലുണ്ട്. പേര് മാത്രം മാറ്റം. ഇവിടെ പുണ്യാളനാണെങ്കിൽ ഇവിടെ ഔലിയാണ്. വേറൊരു വ്യത്യാസമില്ല. അവൻ നോക്കുമ്പോൾ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഈ രണ്ട് ദീനുകളും തമ്മിൽ അവന് കാണാൻ സാധിക്കുന്നില്ല. കാരണം അവൻ കാണുന്ന ദീൻ എന്നുള്ളത് ഈ ഒരു കരുവാരിത്തേക്കപ്പെട്ട വികൃതമാക്കപ്പെട്ട ദീനാണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട കാര്യം എന്നുള്ളത്, ഈ ദീനിന്റെ ദഅവത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് മുശ്രിക്കുകളും കാഫിറുകളല്ല, ബിദ്അത്തിന്റെ ആളുകൾ. മനസ്സിൽ നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കേണ്ട ഒരു അടിസ്ഥാനം. നമ്മൾ ഒരു സ്ട്രീറ്റ് ദഅവയ്ക്ക് പോയിട്ടില്ല എന്ന് വിചാരിക്കാം, ഒരാൾക്കിടയിലേക്ക് ഒരു വീട്ടിലേക്ക് ഇറങ്ങി ദഅവത്ത് ചെയ്തിട്ടില്ല എന്ന് തന്നെ വിചാരിക്കാം. ഇവിടെ ശരിയായ ദീനിന്റെ ആളുകൾ മാത്രമേ ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് ഉള്ളൂ എന്ന് അങ്ങനെ അവകാശപ്പെടുന്നുള്ളൂ എങ്കിൽ ആളുകൾ തനിയെ ഇസ്ലാമിലേക്ക് ഒഴുകും. ഇന്ന് കാണുന്ന പോലെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആളുകൾ മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. ശരിയായ ഇസ്ലാം പ്രകടമായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ ദഅവത്താണ്. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്ന കാര്യം. കാരണം ഇസ്ലാമിന്റെ ഭംഗി ആളുകളിലേക്ക് എത്തണം. അവർക്ക് ആ ഭംഗി തിരിച്ചറിയാൻ സാധിക്കണം. അതിന്റെ മാധുര്യം അവർക്ക് കണ്ടറിയാൻ സാധിക്കണം. അപ്പോഴേ അവരെന്ത് ചെയ്യുള്ളൂ? ഇസ്ലാമിലേക്ക് കടന്നു വരുള്ളൂ. ഇത് ഇസ്ലാമുമായിട്ട് ഒരു വ്യത്യാസം അവർ കാണുന്നില്ല. അവരുടെ ദീനം, മറ്റു മതങ്ങൾ അവരുടെ ദീനും ഇസ്ലാം ദീനുമായിട്ട് ഒരു വ്യത്യാസം അവർക്ക് കാണാൻ സാധിക്കൂലെങ്കിൽ പിന്നെ എങ്ങനെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ച് പോയ അതേ രൂപത്തിൽ തന്നെ നിലനിർത്തുക എന്നുള്ളത് ഈ ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബിദ്അത്തുകാർക്ക് അതിന്റെ മറുപടി പറയേണ്ടി വരും. ശിർക്ക് ഖുറാഫാത്തുകൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും. ഓരോരുത്തർ പേരെടുത്ത് പറയേണ്ടി വരും. സമസ്തക്കാരെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും തബ്ലീഗുകാരെയും ഓരോരുത്തരും പേരെടുത്ത് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ പറയുന്നത് ഒരിക്കലും എന്തല്ല, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലോ ഇസ്ലാമിക ഐക്യം തകർക്കലൊന്നുമല്ല. നമുക്ക് ശരിയായ ദഅവത്തിന് ഏറ്റവും അധികം ഊർജമാകുന്ന കാര്യമാണെന്ത്? ബിദ്അത്തുകാർക്കെതിരെ സംസാരിക്കണം. ദീനിനെ കരുവാരിത്തേക്കുന്ന ആളുകളുടെ തനി നിറം വെളിവാക്കുക, അത് പുറത്താക്കുക, അങ്ങനെ സമൂഹത്തിന് ഉള്ള തെറ്റിദ്ധാരണകൾ നീക്കുക എന്നുള്ളത്. നമ്മുടെ ഇടയിൽ എത്ര ആളുകൾ ഉണ്ടാവുന്നറിയുന്നു? ഈ ദീനിനെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് ഈ ദീനിലേക്ക് അടുക്കാത്ത ആളുകൾ എത്ര ആളുകൾ ഉണ്ടാവും? അപ്പൊ നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം? ഈ ഒരു വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അബദ്ധമാണെന്ത്? ഈ ദഅവത്തിന്റെ വിഷയത്തിൽ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അബദ്ധം നേരത്തെ പറഞ്ഞിരുന്നു. ഏറ്റവും വലിയ ദഅവത്തായി ദീനുൽ ഇസ്ലാം നിശ്ചയിച്ചു തന്ന ദഅവത്തിനെ നിസാരമായി കാണുകയും ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച മറ്റ് പല ദഅവത്ത് ഇനങ്ങളെയും വളരെ ഗൗരവമുള്ളതായി കാണുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലേ, പള്ളിയിലിരുന്ന് ഹക്ക് അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിനേക്കാളും വലിയ പ്രതിഫലം കിട്ടുന്ന ദഅവത്ത് ദീനുൽ ഇസ്ലാമിൽ വേറില്ല. പള്ളിയിലേക്ക് നമ്മളൊരു പള്ളിയിൽ ഇരിക്കാൻ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല.
ഇങ്ങോട്ട് പള്ളിയിലേക്ക് ദീൻ അന്വേഷിച്ച്, അറിവ് അന്വേഷിച്ച് താല്പര്യത്തോട് കടന്നു വരുന്ന ആളുകൾക്ക് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു ദഅവത്ത് ദീൻ ഇസ്ലാമില്ല. അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗം, ദഅവത്ത്. ചില ആളുകൾക്ക് ദഅവത്ത് എന്ന് പറഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങണം, വീട്ടിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ വഴിയിലേക്ക് ഇറങ്ങണം, ഡോർ ടു ഡോറോ സ്ട്രീറ്റ് ഡയറോ. നേരത്തെ പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. അതും ദഅവത്ത് തന്നെയാണ്, അതും ദഅവത്ത് തന്നെ. പക്ഷെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ദഅവത്ത് എന്നുള്ളത് ഈ ദഅവത്താണ്. നമ്മുടെ സമയവും അധ്വാനവും സമ്പത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിക്കേണ്ടത് ഈ വിഷയത്തിലാണ്. പല ആളുകൾക്ക് അതിന്റെ എന്താ പറയാ, അതിന്റെ അനന്തരഫലങ്ങൾ നോക്കിക്കാണാൻ ദീർഘവീക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. ദീർഘവീക്ഷണം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. നമ്മൾ നേർക്ക് നേരെ ഒരാളോട് ചെന്ന് ദഅവത്ത് നടത്തി കഴിഞ്ഞാൽ ഒരാൾക്ക്, രണ്ടാൾക്ക്, മൂന്നാൾക്ക് ഹിദായത്ത് കിട്ടും. ശരി, നമ്മൾ അങ്ങനെ ദഅവത്ത് കിട്ടി അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു വിചാരിക്കാം. അയാൾ ഒരു സാധാരണ ഒരു വ്യക്തിയായി, മുസ്ലിമായി അയാൾ ജീവിച്ചു മരണപ്പെടും. അതാണോ ലാഭം? അതല്ല, ഒരാൾ ദീൻ പഠിക്കാൻ വേണ്ടി കടന്നു വരാം. അയാളെ കൊണ്ട് എന്ത് ചെയ്യും? ആയിരക്കണക്കിന് ആളുകൾക്ക് എന്ത് ചെയ്യും? ഹിദായത്ത് കിട്ടും. അയാളെ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കിട്ടും. ഇതിലേതാ ലാഭം? ഇതിലേതാ ലാഭം? ഒരാൾക്ക് ഹിദായത്ത് കിട്ടുന്നതാണോ ആയിരക്കണക്കിന് ഒരു ഹിദായത്ത് കിട്ടുന്നതാണോ? വളരെയധികം നമ്മുടെ ദഅവത്ത് എന്നുള്ള ഏറ്റവും ദീർഘവീക്ഷണത്തോടെ നമ്മൾ സമീപിക്കണം. ഒരിക്കലും ഇപ്പോഴുണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന റിസൾട്ടുകൾ ഒരിക്കലും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാകരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദഅവത്തിനെ സമീപിക്കണം. അതേപോലെ തന്നെ അവസാനിപ്പിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെയാ പറയുന്നത്? എന്ത്? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ട അഥറുകളുണ്ട്. എല്ലാത്തിനും പുറമെ സൂറത്തു അബസ വതവല്ല എന്ന സൂറത്തിൽ നമ്മൾ ആ സംഭവം നമുക്കറിയാം. അവിടെ രണ്ടും ദഅവത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുടെ നേതാക്കന്മാർ ചെയ്യുന്ന ദഅവത്ത് തന്നെയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറഞ്ഞ അന്ധനായ സഹാബി കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരുന്നതും ദഅവത്ത് തന്നെയാണ്. ഇവിടെ രണ്ട് ദഅവത്തുണ്ട്, രണ്ട് തരം ദഅവത്തുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആക്ഷേപിക്കുന്നത്? ഇവിടെ സൂറത്ത് പഠിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആക്ഷേപിക്കുന്നത്? പരിഗണിക്കാതിരുന്ന എന്തുകൊണ്ടാണ്? അദ്ദേഹം ദഅവത്തിലായിരുന്നു. ആ ദഅവത്തിലായിരുന്നിട്ട് പോലും ഇദ്ദേഹത്തെ പരിഗണിക്കാതിരുന്ന അള്ളാഹു കുറ്റമായിട്ട് കണക്കാക്കി. എന്തുകൊണ്ടാണ്? ഈ ദഅവത്തിനേക്കാൾ ശ്രേഷ്ഠകൾ ഏത് ദഅവത്താണ്? എന്നുവെച്ചാൽ നമ്മളിലേക്ക് ഹൃദയവും കണ്ണും കാതൊക്കെ തുറന്നു വെച്ച് ഹക്ക് സ്വീകരിക്കാൻ മനസ്സാ ഒരുങ്ങി തയ്യാറായി വരുന്ന ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ദഅവത്താണ് ദീനിൽ ഏറ്റവും ശ്രേഷ്ഠം. അതിനോളം ശ്രേഷ്ഠം എന്ത് വരൂല? കുഫാറുകളുടെ നേതാക്കന്മാരുടെ അങ്ങോട്ട് ചെന്ന് നമ്മൾ ചെയ്യുന്ന ദഅവത്തിനോളം അത് അത്രത്തോളം വരൂല. അപ്പൊ ഇത് ചെയ്യരുതെന്നല്ല ദീൻ പഠിപ്പിച്ച, അത് ചെയ്യണം. കുഫാറുകളോട് നമ്മൾ പോകണം, സ്ട്രീറ്റ് ദഅവത്ത് നടത്തണം, വ്യക്തികളെ നേരിട്ട് കാണണം, അതൊക്കെ ചെയ്യണം. പക്ഷേ ആ ദഅവത്ത് ഇതിന് തടസ്സാകാൻ പാടില്ല. അതാണ് വിമർശിച്ച കാര്യം, അതാണ് ആക്ഷേപിച്ച കാര്യം. അത് ചെയ്യുന്നതിന് ഇത് തടസ്സാകാൻ പാടില്ല. ഇതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല, ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. അത് നടക്കണം, അത് അതിന്റെ മുറയ്ക്ക് നടക്കണം. പറ്റുമ്പോഴൊക്കെ നമ്മൾ പോകണം, അതിന് സൗകര്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കണം. സാധ്യമാകുന്ന വഴികളൊക്കെ മൈക്ക് പെർമിഷൻ മറ്റൊക്കെ പറ്റുമ്പോഴൊക്കെ എടുക്കണം. അതൊക്കെ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം. പക്ഷേ അത് ഇതിന് തടസ്സമാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ആക്ഷേപിച്ചിട്ട് ആയത്തിറക്കണം. രണ്ടും ദഅവത്താണ്. പക്ഷേ ഇതൊരിക്കലും മുടങ്ങി പോകാൻ പാടില്ലാത്ത ദഅവത്താണ്. എന്ത്? ഹക്കിന്റെ ആളുകൾ ദീൻ പഠിക്കാൻ കടന്നു വരുമ്പോൾ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാനുള്ള ദഅവത്ത്. അത് നമ്മൾ പള്ളിയിൽ ഇരുന്നിട്ടാണ്, വീട്ടിലേക്കൊന്നും പോകുന്നില്ല, സ്ട്രീറ്റിലേക്ക് ഇറങ്ങുന്നില്ല എങ്കിൽ പോലും അതാണ് ഏറ്റവും ദീൻ പ്രോത്സാഹിപ്പിച്ച, ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട. അത് മുടങ്ങിയാൽ ദീൻ വിമർശിച്ചിട്ടുള്ള, അള്ളാഹു ശക്തമായി ആക്ഷേപിച്ചിട്ടുള്ള ദഅവത്ത് അത് ഈ ദഅവത്താണ്. അത് ഈ ദഅവത്താണ്. അതിന്റെ അർത്ഥം മറ്റേ ദഅവത്ത് മോശമാണെന്നാണോ? അല്ല, അത് അതിന്റെ മുറയ്ക്ക് നടക്കണം. പക്ഷെ ഇതിനെ ബാധിക്കാൻ പാടില്ല.
പല ആളുകൾ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പലരും അവർക്ക് ദഅവത്ത് എന്ന് പറഞ്ഞാൽ തന്നെ റോഡിലേക്ക് ഇറങ്ങലും ആ ഒരു കൺസെപ്റ്റാണ്. അത് ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം, സമയമായിട്ടുണ്ട്. അതായത് നമ്മുടെ ദഅവത്ത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും അല്ലെങ്കിൽ ആ ഒരു ക്ഷണവും അതൊക്കെ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ എങ്ങനെ കടന്നു എന്നറിയോ? അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സ്വഭാവ മര്യാദയും കണ്ടിട്ട്. നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാക്കുക. ദഅവത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാക്കുക. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഒരുപാട് സ്വഹാബികൾ ഇസ്ലാമിലേക്ക് അടുത്തായി കടന്നു വന്ന പല ആളുകളും ഇസ്ലാം എന്ന് പിന്തിരിഞ്ഞ് മുർത്തദ്ദുകളായി പോയി. അങ്ങനെ മുർത്തദ്ദുകളായി പോയ നൂറുകണക്കിന് സഹാബികളെ ഇസ്ലാമിൽ പിടിച്ചു നിർത്താൻ, സ്ഥിരത നൽകാൻ കാരണക്കാരായത് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന സഹാബിയാണ് റളിയല്ലാഹു അൻഹു. ഈ സുഹൈൽ ഇബ്നു അംർ എങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്ന അറിയുമോ? അതിന് കാരണം എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരമോ അല്ലെങ്കിൽ പ്രസംഗമോ എഴുത്തുകളൊന്നും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ സന്ധി കരാർ ഒപ്പിട്ട് വാങ്ങാൻ ഖുറൈശികൾ അവരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞയച്ച നേതാവായിരുന്നു ആര്? സുഹൈൽ ഇബ്നു അന്ന് മുശ്രിക്കാണ്. അന്നയാൾ മുശ്രിക്കാണ്. അന്ന് ആ സന്ധി എഴുതാൻ പോകുമ്പോൾ അദ്ദേഹം ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മര്യാദകളും പെരുമാറ്റങ്ങളും കൺമുന്നിൽ കണ്ട് അന്നാണ് അദ്ദേഹത്തിന് ആദ്യമായി ഹൃദയത്തിൽ ഈമാൻ കയറുന്നത്. അന്നാണ് ആദ്യമായി മാറ്റം വരുന്നത്. ഹുദൈബിയ സന്ധിയിൽ എന്തുണ്ടായത് നമുക്കറിയാം സംഭവം. മുശ്രിക്കുകൾ ഓരോന്നോരോന്നായി അവർക്ക് അനുകൂലമായി നടപടികൾ, ഉടമ്പടികൾ, കരാറുകൾ വെക്കുമ്പോഴും സ്വഹാബികൾക്ക് അത് മനസ്സിൽ പ്രയാസമുണ്ടാക്കി പലരും വെറുപ്പ് പ്രകടിപ്പിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാം. എല്ലാം ഓരോന്നിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോൾ എഴുതരുത്. ആരാണ് റഹ്മാൻ നമുക്കറിയില്ല, ബിസ്മിക അല്ലാഹുമ്മ എഴുതാൻ പറഞ്ഞു. മായ്പിച്ചു, വീണ്ടും എഴുതാൻ പറഞ്ഞു. അത് എഴുതിയിരുന്ന അലി റളിയല്ലാഹു അൻഹു അത് മായ്ച്ചു. ശരി, ബിസ്മിക അല്ലാഹുമ്മ എഴുതി. പിന്നെ ബിൻ മുഹമ്മദ് ബിൻ അബ്ദില്ല, അള്ളാഹുന്റെ റസൂലായ മുഹമ്മദ് അബ്ദുല്ലയിൽ നിന്ന് എഴുതുമ്പോൾ എന്ന് പറയാം. അള്ളാഹുന്റെ റസൂലായ മുഹമ്മദിൽ നിന്ന് മുഹമ്മദും മക്കയിലെ ഖുറൈശികളും തമ്മിൽ എഴുതുന്ന കരാർ എഴുതിയപ്പോൾ എന്ത് അള്ളാഹുന്റെ റസൂൽ, നീ അള്ളാഹുന്റെ റസൂലാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ യുദ്ധം ചെയ്യും, അങ്ങനെ എഴുതിരുന്നു മായ്ക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു മായ്ക്കൂല. അലി റളിയല്ലാഹു അൻഹു മായ്ക്കൂല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു എവിടെ എഴുതിയില്ല. ഇസ്ലാമിക്ക് എഴുത്തും വായന അറിയാത്തത് കൊണ്ട് അത് എവിടെ എഴുതിയിട്ടുള്ളത് കാണിച്ചു തരാൻ പറഞ്ഞു. കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് തന്നെ അത് വായിക്കാം. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സ്വഭാവ മര്യാദകളും അദ്ദേഹം നേരിട്ട് കണ്ടറിയാം. ആ കണ്ടറിഞ്ഞത് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ഈമാനുള്ള സ്വഹാബിയാകുന്നതിലേക്ക് മാറ്റാം. ഏറ്റവും കൂടുതൽ ഈമാനുള്ള സ്വഹാബിയാകുന്നതിലേക്ക് അദ്ദേഹത്തെ മാറ്റാം. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖൈബർ യുദ്ധത്തിന് ശേഷം സഫിയ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാർ, ആ ഒരു ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയുന്നത്? ഒരു നാട്ടുകാർ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം കൊണ്ടാണ്, പെരുമാറ്റം കൊണ്ടാണ്, മര്യാദകൾ കൊണ്ടാണ്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ, ധാരാളം സന്ദർഭങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ഈ സമ്പത്ത് ചോദിക്കുന്നത് ശക്തം, വളരെ മോശമായ രൂപത്തിൽ സംസാരിക്കുന്നത്. അള്ളാഹ് നിനക്ക് തന്നിട്ടുള്ള സമ്പത്ത് എനിക്ക് തരണം, എന്തോ അയാളുടെ അവകാശം പോലെ ചോദിക്കാം, സമ്പത്ത് കൊടുക്കണം, ഇത്ര പോലെ ഇനിയും വേണം, കുറെ കൊടുത്തു 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 കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുള്ള സമ്പത്ത് മുഴുവൻ അയാൾ മുഴുവൻ കൊടുത്തു. ഇയാൾ ഈ സമ്പത്തുമായിട്ട് അയാളെ ഗോത്രത്തിലേക്ക് പോയിട്ട് പറയുന്ന കാര്യം എന്താ പറയുക? നിങ്ങൾ മുഹമ്മദിൽ വിശ്വസിക്കണം. കാരണം മുഹമ്മദ് എന്ത് ചെയ്യുന്നുണ്ട്? ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത ഒരാൾ എങ്ങനെയാണോ സമ്പത്ത് ദാനം ചെയ്യുക അതുപോലെ സമ്പത്ത് ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാൾക്കും സാധാരണക്കാർക്ക് അങ്ങനെ ദാനം ചെയ്യാൻ കഴിയില്ല. സാധാരണക്കാർക്ക് ഒരിക്കലും അങ്ങനെ ദാനം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യണം? അയാളുടെ നാട്ടിൽ പോയി ദഅവത്ത് നടത്തി ആ ആളുകൾ മുഴുവൻ മുസ്ലിം ആവണം. ആ ആളുകൾ മുഴുവൻ മുസ്ലിം ആവുകയാണ്.
ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്വഭാവം, പെരുമാറ്റ മര്യാദകളാണ് നമ്മുടെ ദഅവത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക. ഒരു കാര്യം പറയാം, ഒറ്റ ആയത്തോടെ ഞാൻ ഓതിയിട്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. എന്താണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. റസൂലേ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ എന്ത് ചെയ്യുന്നത്? താങ്കളുടെ കൂടെയുള്ള ആളുകളോട് സൗമ്യമായി പെരുമാറുന്നത്. എന്നിട്ട് പറഞ്ഞു, വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലി. താങ്കൾ എങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റുള്ള ആളുകളൊക്കെ താങ്കൾ വിട്ട് എന്ത് ചെയ്തതിനെ? ദൂരേക്ക് പോയേനെ. ആലോചിച്ചൊക്കെ, എല്ലാ ഉത്തമ ഗുണങ്ങളുള്ള ഏറ്റവും ഉത്തമനായ സൃഷ്ടിയായ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരൊറ്റൊരു ക്വാളിറ്റി, അനുകമ്പ കാണിക്കുക, റഹ്മത്ത് കാണിക്കുക എന്നുള്ള ആ ഒരു ക്വാളിറ്റി പോയാൽ പിന്നെ ആ വ്യക്തിയുടെ കൂടെ ആരും ഉണ്ടാവില്ല. അള്ളാഹ് പറയുന്നത്, ആ വ്യക്തിയുടെ കൂടെ പിന്നെ ആരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഗുണങ്ങളും ഒരു സ്വഭാവങ്ങളും ഗുണങ്ങളും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നമ്മുടെ അടുക്കലേക്ക് ആരെടുക്കാം? ആരെങ്കിലും എടുക്കും? ഇല്ല. അപ്പൊ ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ സ്വഭാവങ്ങൾ ഏറ്റവും നന്നാക്കണം, ഏറ്റവും സൗമ്യമായ സ്വഭാവങ്ങളാക്കണം. ഇങ്ങോട്ട് എന്തെങ്കിലും ഒരാൾ വിമർശിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് നാല് പറയാം, ഇങ്ങോട്ട് ഒരാൾ ആക്രമിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് ആക്രമിക്കുക, ഇതൊന്നല്ല. ദഅവത്ത് ചെയ്യുന്ന ആളുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഏറ്റവും എത്രത്തോളം താഴാൻ പറ്റും അത്രത്തോളം താഴണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പല അറാബികളും പല തോളിൽ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കാറുണ്ട്. ഒരിക്കലും സന്ദർഭത്തിൽ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചപ്പോൾ ഈ ഭാഗം മുഴുവൻ ചുവന്നു. ഇവിടെ ഒരു തുന്നുമ്പോൾ ഒരു കമ്പിളിയുടെ ഭാഗം ഉണ്ടായിരുന്നു. ഇത് പിടിച്ചു ഒരങ്ങിട്ട് എന്ത് ചെയ്തു? ഇവിടെ മൊത്തം ചുവന്നു പോയി. ഈ ചുവപ്പ് സ്വഹാബത്ത് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനയായി. ആ വേദന കൊണ്ട് മുഖം പൊടയുന്നതൊക്കെ സ്വഹാബികൾ കാണുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്നത്, യാ മുഹമ്മദേ, നിന്റെ സമ്പത്ത് എനിക്ക് തരണം, അങ്ങനെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ എന്താ ചെയ്യാൻ? അവിടെ ദേഷ്യം വരും. ചിലപ്പോൾ അയാൾ പിടിച്ച് അടിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം കൊണ്ട് മുഖം ചുളിഞ്ഞിട്ട് ആ ചുളി വേദന എന്ന് മാറിയപ്പോൾ അയാളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് എന്ത് ചെയ്യണം? അയാൾക്ക് വേണ്ട സമ്പത്ത് കൊടുക്കാൻ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ പരമാവധി താഴ്ന്നു കൊടുക്കുക, പരമാവധി വിട്ടുകൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തൂടെ പോകുമ്പോൾ പല കിളവികളായിട്ടുള്ള വയസ്സായിട്ടുള്ള സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയും. ഇങ്ങനെയൊക്കെ എൻ്റെ വീട്ടിലെ പ്രശ്നമുണ്ട്, ഇതിനെന്താണ് ചെയ്യേണ്ടത്? ഏതൊക്കെയോ വയസ്സായ സ്ത്രീകളാണ്. പാവപ്പെട്ട വീട്ടിലുള്ള ആരാലും തിരിഞ്ഞു നോക്കപ്പെടാത്ത സ്ത്രീകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് അടുക്കലേക്ക് എത്താൻ കഴിയും, അദ്ദേഹത്തിലുള്ള കാര്യങ്ങൾ പറയാൻ കഴിയും, എന്തും സംസാരിക്കാൻ കഴിയും. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി ആളുകൾക്കിടയിലേക്ക് എന്ത് ചെയ്യാം? പരമാവധി റഹ്മത്ത് കാണിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയില്ലെന്ന്. ത്വായിഫിൽ പോയപ്പോൾ കല്ലെറിഞ്ഞ സന്ദർഭം നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനായി, നീ അനുവാദം തന്നാൽ ഈ രണ്ട് മലകൾ തമ്മിൽ കൂട്ടിച്ചേർത്തി അള്ളാഹു എന്ത് ചെയ്യും? ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ചിലപ്പോൾ അവരിൽ നിന്ന് അവരെ മാത്രം ഇബാദത്ത് ചെയ്യുന്നൊരു തലമുറയെ കൊണ്ടുവന്നേക്കാം, പുറത്തെടുത്തേക്കാം. പരമാവധി വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക. അതിനർത്ഥം ആരോടും പ്രതികാരം സ്വീകരിച്ചിട്ടില്ല എന്നല്ല. അങ്ങേയറ്റം ദുഷ്ടന്മാരും അങ്ങേയറ്റം ക്രൂരന്മാരായിട്ടുള്ള ആളുകളോട് പ്രതികാരം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും മാക്സിമം വിട്ടുകൊടുക്കാൻ, പുറത്തു കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? ശ്രദ്ധിച്ചിട്ടുള്ളത്. അല്ലെ, തന്നിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റൊരു കാരണത്താൽ ആക്രമിക്കുകയും പലരെയും കൊലപ്പെടുത്തുകയും നാട് വിട്ടു പോകാൻ നിർബന്ധിതരാക്കുകയും ചെയ്ത അതേ മക്കാര് തന്റെ കാലിൽ ചൂട്ടിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ലാ തത്രീബ അലൈക്കും, ഇന്ന് നിങ്ങളുടെ മേൽ ഒരു കുറ്റമില്ല, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാണ്, പുറത്തു കൊടുക്കാണ്. പരമാവധി അങ്ങനെ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും നല്ല ഉത്തമ ഗുണങ്ങളും കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ ഒരൊറ്റൊരു നിലപാട് കൊണ്ട് മക്കാർ മുഴുവൻ ഇസ്ലാമിനെ സ്വീകരിച്ചു. അത്രയും കാലം പറഞ്ഞിട്ടും ദഅവത്ത് നടത്തിയിട്ടും ആയത്തോതിയിട്ടും ഹദീസ് എല്ലാം ചെയ്തിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആളുകൾ ആ ഒരൊറ്റൊരു സെക്കൻഡ് കൊണ്ട് എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. എല്ലാവരും.
ആ ഒരൊറ്റൊരു സന്ദർഭം കൊണ്ട് അന്ന് മക്കയിൽ ഇസ്ലാം സ്വീകരിക്കാത്ത പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ചില സന്ദർഭങ്ങൾ, ചില നിലപാടുകൾ, ചില സംസാരങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ഭാഗത്തുള്ള പെരുമാറ്റങ്ങളാണ്, റിയാക്ഷനുകളാണ് നമ്മുടെ സംസാരത്തിനേക്കാൾ അവിടെ എഫക്റ്റ് ഉണ്ടാക്കുക. അപ്പൊ അത് നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കും, നമ്മളെ ഓരോരുത്തരെയും. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആളുകൾ നമ്മളെ ഇസ്ലാമിന്റെ തനിച്ച ശരിയായിട്ടുള്ള റോൾ മോഡലായിട്ടുള്ള ആളുകൾ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അതിനനുസൃതമായിട്ടുള്ള മികച്ച സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റങ്ങളാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. വീഴ്ചകൾ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഒരിക്കലും പല ആളുകളും പറയാ, എന്നെ നോക്കി നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തേണ്ട, ഞാൻ അങ്ങനെ പറയാനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. ആളുകൾ അങ്ങനെ പറയും, എന്നെ നോക്കി നിങ്ങൾ ഇസ്ലാം വിലയിരുത്തേണ്ട, എനിക്ക് പറ്റിയ തെറ്റുകൾ ഇസ്ലാമിൽ അങ്ങനെ പറയാൻ നമ്മളൊരു അവസരം, ചാൻസ് ഉണ്ടാക്കി കൊടുക്കരുത്. തെറ്റുകൾ പറ്റും, സ്വാഭാവിക മനുഷ്യരാണ്. പക്ഷെ പരമാവധി അങ്ങനത്തെ പറയാൻ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടായിക്കൊടുക്കും. നമ്മൾ ഇസ്ലാമിന്റെ തനിയായിട്ടുള്ള പകർപ്പുകളായി, കോപ്പി പേസ്റ്റുകളായി നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാം, ജീവിച്ച് കാണിച്ചു കൊടുക്കാം. അബദ്ധങ്ങൾ പറ്റും, പരമാവധി നമ്മൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കും. മാനുഷികമായി പറ്റിയേക്കും, റബ്ബിലേക്ക് തൗബ ചെയ്യാൻ തെറ്റുകൾ പറ്റുമ്പോൾ. പക്ഷെ നമ്മൾ മാക്സിമം അത് ശരിയാക്കാൻ പരിശ്രമിക്കാം. പറ്റുന്നിടത്തോളം ശരിയായ ഇസ്ലാമിന്റെ തനിപ്പകർപ്പുകളായി നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയ ദഅവത്ത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കാം, മറക്കാതിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ദഅവത്ത് ഏറ്റവും ശരിയായ രൂപത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു തൃപ്തിപ്പെടുന്ന വലിയ മഹത്തരമായ ഇബാദത്താണ് ദഅവത്ത്. ആ ഒരു രൂപത്തിൽ, ആ ഒരു ചിന്തയോടുകൂടി തന്നെ ഏറ്റവും ശരിയായ രൂപത്തിൽ ദഅവത്ത് ചെയ്യാൻ, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അവൻ്റെ അടുക്കൽ വലിയ പദവികൾ കരസ്ഥമാക്കാൻ സാധ്യമാകുന്ന ആ ഒരു രൂപത്തിൽ നമുക്ക് ദഅവത്ത് ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.